ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. ദ്വിതീയ സ്കന്ധം ശ്രീശുകരുടെ മറുപടി. ചോദിച്ച ചോദ്യം മറന്നു പോകരുത്. എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? നമ്മളുടെ പ്രവൃത്തി നേരാവണ്ണം അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. കർമ്മത്തിന്റെ ഫലമാണല്ലോ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ നീക്കങ്ങളും ജാഗ്രതയോടുകൂടി വേണം. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന പ്രവൃത്തി ചെയ്യാണ്ടിരിക്കുക, നല്ലോണം കരുതണം എന്നർത്ഥം. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യന്റെ ധർമ്മം എന്താണ്, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മളൊക്കെ മരിക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ തന്നെ കുറേയൊക്കെ അഹന്ത കുറയും. കാരണം മരിക്കുക എന്നുള്ളൊരു വിഷയം അറിയുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ ആർത്തി നിൽക്കില്ലേ. ആർത്തി ഉണ്ടാവും. പിന്നെ നാളെ മരിക്കാൻ പോകുക എന്നുള്ള ആൾക്ക് പിന്നെ എന്ത് വേണമെന്നും വേണ്ട. കുറച്ച് ദിവസം ഇവിടെ ഇരിക്കണമെങ്കിലൊക്കെ ആവശ്യമാണ്. നാളെ ഇങ്ങോട്ട് പോകും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ എന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കണം എന്ന് പറയും വിനോബാജി. അദ്ദേഹം പറയും, എന്നും നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് എങ്ങോട്ട് എന്നെല്ലാവരും വിചാരിക്കണം എന്നാണ്. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. നാളെ രാവിലെ 6 മണിക്ക് നമ്മളൊക്കെ പോകുന്നു വിചാരിക്കുക. നമ്മുടെ ചിന്ത എന്തായിരിക്കും? ഇപ്പൊ മനസ്സിലുള്ളതൊക്കെ തന്നെയാവും ഉണ്ടാവുക? അല്ല, മാറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിങ്ങനെ കണക്കാക്കി വെച്ചാൽ 2026 അയാൾക്കൊരു പണി കൊടുക്കണം, 27 മറ്റാളെ പഠിപ്പിക്കണം, ഇതൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ 6 മണിക്ക് പോകാൻ പറഞ്ഞാൽ ആരോട് ശത്രുത? അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ കഥ അങ്ങനെയാണ്. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥ. കുറച്ചൊരു വിവേകം ഉണ്ടായാൽ ദൂരക്കാഴ്ച കുറച്ച് അപ്പുറത്തേക്ക് കാണാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ എന്തില്ല, ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. ലേശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പരിമിതി. അതുകൊണ്ടാണ് ഈ ദുഃഖവും ക്ലേശങ്ങളൊക്കെ. അപ്പൊ മരിക്കുന്നവനാണ് അറിയുക ആദ്യം. അതിനാണ് പരീക്ഷത്തിന്റെ കഥ പറഞ്ഞത്. നമ്മളൊക്കെ പരീക്ഷത്തുമാരാണെന്ന്, അല്ലെങ്കിൽ നാളെ നമ്മളെയും തക്ഷകൻ എന്ന പാമ്പ് കാലമാകും സർപ്പം പിടിക്കും അറിയുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുക. ആരോഗ്യവും ബന്ധുക്കളൊക്കെ ഒപ്പമുള്ളപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല. പക്ഷെ ചിന്തിക്കണം. അതിനാണ് ഇപ്പം ഈ പരീക്ഷത്തിന്റെ കഥ വർണ്ണിച്ചത്. ഇനി എന്ത് ചെയ്യണം? നമ്മളൊക്കെ പരീക്ഷത്തുമാരായിട്ടിരുന്നിട്ട് ഈ ഭരണകാര്യം ശ്രദ്ധിക്കണം. ശ്രീശുകർ പറയുകയാണ്, അസലായി അങ്ങയുടെ ചോദ്യം. വരീയാനേഷത്തെ പ്രശ്നാകൃതോ ലോകഹിതം നൃപ ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഃ പരഃ. അങ്ങ് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു, നന്നായി. ആരും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഞാൻ നേരെയാവാൻ എന്താ വഴി? കല്യാണം കഴിഞ്ഞിട്ടല്ലേ? കല്യാണം കഴിയാൻ എന്താ വഴി? കുട്ടികളുണ്ടാവാൻ എന്താ മന്ത്രം ജപിക്കണ്ടോ? ഇങ്ങനെയൊക്കെ കാര്യം ചോദിക്കാന്നല്ലാതെ ആരും ഇപ്പം മനഃശുദ്ധി ഉണ്ടാവണം, ലോകമംഗളം ആഗ്രഹിച്ചും കൊണ്ടൊന്നും ആരും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറ് പതിവില്ല. അങ്ങ് ചോദിച്ചു. ആത്മവിത്തുക്കൾക്ക് സമ്മതമായതാണ് ഈ കാര്യം. ആത്മജ്ഞാനികൾ ഇഷ്ടപ്പെടുന്ന ചോദ്യ. പ്രപഞ്ച സത്യത്തെ അറിയണം, ദുഃഖം ഇല്ലാണ്ടിയാവണം. തൽക്കാലത്തേക്ക് പോരാ, ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്ക് എന്ത് വേണം? നമ്മൾ തൽക്കാലത്തേക്കുള്ള ദുഃഖ നിവൃത്തി ആലോചിക്കണുള്ളൂ. തൽക്കാലം ഒന്ന് സുഖാവണം, തൽക്കാലമൊക്കെ ഒന്ന് മറക്കണം. അതിനെന്തെങ്കിലും കുടിക്കുക. ആ കുടിച്ചത് കാരണം കുടുംബത്തിലുള്ളവർക്കൊക്കെ ശല്യം, അവരെ ബുദ്ധിമുട്ടിക്കണമെന്നൊരു വിഷയമല്ല. അതുകൊണ്ട് വരുത്തി വയ്ക്കുന്ന ആപത്ത്, അതൊന്നൊരു വിഷയം. തൽക്കാലം അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന്, അതിനെന്തൊക്കെ വഴിയുണ്ട്, അതിനെ പറ്റിയല്ല ഇവിടെ ചർച്ച. ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തി എന്താ വഴി എന്നാണ് നന്നായി അങ്ങയുടെ ചോദ്യം. ഈ ലോകത്ത് കേൾക്കാനാണെങ്കിൽ അനവധി ഉണ്ട്, കാണാനാണെങ്കിൽ അനവധി ഉണ്ട്. കണക്കുണ്ടതിന്. ശ്രോതവ്യാധീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശാഹ. എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കാണാണ്ട്. ഓരോരുത്തരും പറയും, അതാ ശരി, ഇത് ചെയ്യണം എന്ന് പറയും. ഈ വഴിക്ക് പോകും എന്നെല്ലാവരും പറയും. ശരിക്കും അതാ വഴി ആർക്കറിയാം? പകല് മുഴുവൻ പണം ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കും, രാത്രി മുഴുവൻ കിടന്നുറങ്ങും. ഇങ്ങനെയല്ലേ മനുഷ്യരുടെ കഥ? നിദ്രയാ ഹ്രിയതേ നക്തം. രാത്രി മുഴുവൻ ഉറങ്ങിപ്പോയി. വ്യവായേന ചവാവയഃ ദിവാച അർത്ഥേ ഹയാ രാജൻ. പകലാവട്ടെ കാശിന്റെ പിന്നാലോടി കുടുംബഭരണേനവാ. കുടുംബം ഭരിച്ചും കൊണ്ട് കഴിയണം. എന്തിനാ ഓടണോ ചോദിച്ചാൽ പറയാ ജീവിക്കാൻ എന്നാ പറയാ. രാവിലെ പുറപ്പെട്ട് ഓഫീസിൽ പോകണോട് ചോദിച്ചു നോക്ക്, എന്തിനാ ഇങ്ങനെ പരിഭ്രമിച്ച് ഓടുന്നത്? എന്തിനാ? ജീവിക്കണ്ടേ, സുഖമായിട്ടിരിക്കണ്ടേ? വൈകുന്നേരം വരുമ്പോൾ പോയി നോക്കൂ, പോയതിനേക്കാൾ കഷ്ടമായിട്ടാണ് വരുന്നത്. സുഖമായി ചോദിച്ചാൽ പറയും ഇല്ല. രാവിലെയുള്ള ഓട്ടം തന്നെ എത്രയോ കഷ്ടപ്പെട്ട് കുറച്ച് ദൂരം ഓട്ടോറിക്ഷയ്ക്ക്, പിന്നെ കുറച്ച് ദൂരം ബസ്സിൽ, പിന്നെ തീവണ്ടിയിലൊക്കെ പോയിട്ട് വേണം സ്ഥലത്തെത്താൻ. രാവിലത്തെ ചാപ്പാടെന്നെ നേരല്ല. ചപ്പാത്തിന്റെ ഉരുട്ടി പിടിച്ച് പോവുക ചെയ്യുക. പോകുന്ന സമയത്ത് കഴിക്കും. രാവിലെ പുറപ്പെട്ട് പോകുമ്പോൾ കുട്ടി കാണൂല അച്ഛനെ. കാരണം കുട്ടി എണീക്കണതിന് മുന്നേ ഇയാൾ പോവുകയും, ഇയാൾ 5 മണിക്ക് എണീറ്റ് പോയി. രാത്രി കുട്ടി 9 മണിക്ക് കടന്നതിന് ശേഷമേ അച്ഛൻ എത്തുള്ളൂ. 10 മണിയാകുമ്പോഴേക്ക് ഓടിക്കതച്ച് ആളെത്തും. ഒരേ കട്ടില്ല കിടക്കണത്. എന്നാലും കുട്ടി അച്ഛനെ കാണില്ല. 12 വർഷമായി കണ്ടില്ല. കുട്ടി ഉറങ്ങിയിട്ട് അദ്ദേഹം എത്താറുള്ളൂ. കുട്ടി എണീക്കുന്നതിന് മുമ്പ് അദ്ദേഹം പോവും. ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസത്സ്വപി.
ദേഹം അപത്യം കളത്രം, ഇങ്ങനെ സൈന്യങ്ങൾ പിന്നാലെ. എന്തെങ്കിലും ചോദിച്ചാൽ പറയാം ജീവിക്കാൻ, ഭാര്യ മക്കളെ നോക്കണ്ടേ, ജീവിക്കണ്ടേ എന്നാ പറയാം. എന്ത് ജീവിതം, എന്താ ഇപ്പൊ ജീവിക്കണു? ഒരു മിനിറ്റ് ഒടുവില്ല, ഓടുകയാണ്. ഭാര്യ മക്കളോട് ചോദിച്ചു നോക്കും എന്താ അയാളെ പറ്റിയ അഭിപ്രായം ചോദിച്ചു നോക്കും. ഭാര്യ പറയും എന്തിനു കൊള്ളും, ഒരു സാമർഥ്യമില്ല, ഒന്നുമില്ല. ഞങ്ങളെ കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ട് അദ്ദേഹം, കല്യാണം കഴിഞ്ഞത്ര. അദ്ദേഹം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുകയാണ്. എന്നാ അവർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? അതുമില്ല. അങ്ങനെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു പോകും. ജീവിക്കാൻ മറന്നു പോയും കൊണ്ട് അങ്ങോട്ട്. ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുക, അടുത്ത് പോയി ചോദിച്ചു എന്താ ഇങ്ങനെ പണിയെടുക്കണോ, ഒന്ന് ആസ്വദിച്ച് മെല്ലെ ശാന്തമായിട്ടിരുന്ന് പണിയെടുത്തൂടെ, ഇതിങ്ങനെ എങ്ങനെ? അദ്ദേഹം പറഞ്ഞു വല്ലതും കഴിക്കണ്ടേ. ശരി, കഴിക്കുമ്പോ അദ്ദേഹം വാരി വലിച്ചിങ്ങനെ കഴിക്കുകയാണ്, അതും ആസ്വദിക്കുന്നില്ല. അപ്പൊ അടുത്തൊന്ന് ചോദിച്ചു എന്തിനാ ഇങ്ങനെ കഴിക്കണു, ഒന്ന് ശാന്തമായിട്ടിരുന്ന് കഴിച്ചൂടെ, പണിയെടുക്കണ്ടേ. പണിയെടുക്കുമ്പോ കഴിക്കണ്ടേ, കഴിക്കുമ്പോ പണിയെടുക്കണ്ടേ, രണ്ടുമില്ല, രണ്ടും നേരാവണ്ണം നടക്കണില്ല. എന്താണ് നമ്മളീ കഥ? നമ്മളങ്ങനെ ഓടുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ഓടുന്നു, അവർക്കൊരു നല്ല അഭിപ്രായം ഉണ്ടോ? അതുമില്ല. ഒരു ദിവസം അങ്ങോട്ട് മരിച്ചും പോയി. ജീവിച്ചത് എന്തിന്, എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്തേ നേടി ചോദിച്ചാൽ ഒന്നുമില്ല, കുറച്ച് ചീത്തപ്പേരുണ്ടാക്കിയെന്നല്ലാതെ ഒന്നിനും കൊള്ളാണ്ട് അങ്ങോട്ട് പോയി. ദേഹാപത്യകളത്രാദിഷു ആത്മസൈന്യേഷു അസത്സ്വപി തേഷാം പ്രമത്തോ നിധനം പശ്യൻ നവി ന പശ്യതി. സ്വന്തക്കാര് വിട്ടുപോകുമ്പോഴും സുഹൃത്തുക്കൾ വിട്ടുപോകുമ്പോഴും സമപ്രായക്കാര് വീണു പോകുമ്പോഴും എനിക്കൊരു വീഴ്ച ഉണ്ടാവും എന്നുള്ളത് അറിയുന്നില്ലല്ലോ. മരിച്ച വീട്ടിലൊക്കെ പോകും, എപ്പോഴേ ഉണ്ടായി ഒക്കെ നിശ്ചിട്ടോ, എന്നാലും ചോദിക്കുക, എന്നേ ചോദിക്കണ്ടേ. അതൊക്കെ ചോദിച്ച അത്രയേ ഉള്ളൂ, മനുഷ്യന്റെ കാര്യം എനിക്കാണ്, കണ്ടില്ലേ എന്നൊക്കെ പറയും അവിടുന്ന്. അത്രയേ ഉള്ളൂ. പുറത്തങ്ങോട്ട് എത്തിയാലോ അത് മറന്നു വിട്ടു. തനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ആര് ചിന്തിക്കുന്നു? അതൊന്നും ചിന്തിച്ചാൽ പിന്നെ ഇവിടെ ദുരിതം ഉണ്ടാവില്ല, അപകടം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. തനിക്കിങ്ങനെ സംഭവിക്കും ആലോചിക്കുന്നില്ല. പിന്നെയും ആർത്തിയോടുകൂടി അങ്ങനെ സമ്പാദിക്കാനായിട്ട് ഓടി നടക്കുക. ഒരിക്കലും ശാന്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതാണ് വലിയ വിഷമം. ജന്മം ലാഭമാവാനുള്ള വഴിയല്ലേ പരീക്ഷത്തെ ചോദിച്ചത്? ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ജന്മലാഭപര പുംസാമന്തേ നാരായണ സ്മൃതി. എന്ത് കാണുമ്പോഴും അതിൽ ഈശ്വരനെ കാണാൻ സാധിക്കലാണ് ജന്മം ലാഭമാവാനുള്ള വഴി. അയാൾക്ക് ഭേദബുദ്ധി ഇല്ല, രാഗദ്വേഷങ്ങളില്ല. എന്ത് കാണുമ്പോഴും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. ഈശ്വരൻ ആ രൂപത്തിൽ നിൽക്കുക, ഈ രൂപത്തിൽ നിൽക്കുക, ഇങ്ങനെയുള്ളൂ. ഇനി മരിക്കുന്നതിന് മുമ്പെങ്കിലും, അതാണ് അന്തേ. ഇപ്പോഴൊന്നും സാധിച്ചില്ല, വേണ്ട പോട്ടെ, അതാണെന്നെങ്കിലും മനസ്സിലാക്കുക. ലക്ഷ്യം അതാണെങ്കിലും അറിയണ്ടേ, അതാണ് ഉദ്ദേശം നമ്മുടെയൊക്കെ എന്നൊന്ന് ഉറപ്പിക്കുക. ഇനി വഴി തെറ്റിയാലും സാരമില്ല, എപ്പോഴെങ്കിലും ഇത് മനസ്സിലാവും. ആ ചിന്ത ഉള്ളിൽ ഉണ്ടാവണം ആദ്യം. അന്തേ നാരായണ സ്മൃതി. ദേഹം വീണതിന് മുമ്പായിട്ട് എല്ലാത്തിലും ആ ബ്രഹ്മത്തെ കാണാറാവുക, അതാണ് ജന്മം ലാഭമാവാനുള്ള വഴി. അപ്പൊ അന്ത്യം എപ്പോഴാ ആർക്കറിയാൻ പറയാൻ പറ്റില്ല, ഏത് സമയവും സംഭവിക്കാം. എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മരിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? മറ്റതൊക്കെ എഴുതി വെക്കാം, ഇവിടെ മിണ്ടാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെക്കാം. മരിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. എവിടെ വേണമെങ്കിലും മരണം സംഭവിക്കാം, അത് ആരും കാത്തു നിൽക്കില്ല. എത്ര നമ്മൾ കാണുന്നുണ്ട്, ഡാൻസ് കളിച്ചും കൊണ്ട് മരിച്ചു പോണു, പ്രഭാഷണം ചെയ്തും കൊണ്ട് പോണു, പാട്ടുപാടിയും കൊണ്ട് പോണു, വെറുതെ ഇരുന്നും കൊണ്ട് പോണു. കാത്തു നിൽക്കില്ല, കാലം കാത്തു നിൽക്കില്ല. നമുക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ എനിക്ക് ചൊവ്വാഴ്ച ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ചൊവ്വാഴ്ചയാവും, ബുധനാഴ്ചയാവും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടമല്ല, ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാർദ്ധക്യമാവണത് ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രായമാവണത് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ആവും. മുഖം ചുളിയണത് ഇഷ്ടമല്ല, മുടി നരയ്ക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് എന്താ കാര്യം? എത്ര ചിട്ട ഗോത്രച്ച് തേക്കുക? ഒരു കണക്കല്ലേ ഇപ്പൊ ഇതിനൊക്കെ. അതാ പറഞ്ഞത്, ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസത്സു അപി. അങ്ങനെ ഓരോന്നോരോന്ന് പോകുമ്പോഴും തനിക്ക് തന്റെ ശരീരവും നശിക്കും. നശിക്കുന്നതിന്റെ മുമ്പ് ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ ഓടലല്ല, അതൊക്കെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ പറ്റില്ലേ. കല്യാണം കഴിച്ച് കുട്ടലായിട്ട് ഇരിക്കൽ മാത്രമാണ് കേമത്തമെങ്കിൽ നമ്മളെക്കാൾ അന്തസ്സായിട്ട് പുഴുക്കൾ ചെയ്യുന്നുണ്ട്, പന്നികൾ ചെയ്യണില്ലേ, കുടുംബമായിട്ട് സുഖമായിട്ട് പെറ്റു പെരുകണില്ലേ. അവരുടെ ഇടയിൽ ഡൈവേഴ്സും ഇല്ല, നിശ്ചല്യം വിചാരിക്കുന്നു. അവിടെ വലിയ കലഹമൊന്നും കാണുന്നില്ല, സുഖമായിട്ട് കഴിയുന്നുണ്ട്. കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അതന്നെ നേരാവണ്ണം പറ്റണില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ് ഈ ജന്മം കൊണ്ടൊരു കാര്യം ചിന്തിക്കൂ. ഊണ് കഴിക്കാനാണെങ്കിൽ എളുപ്പം നായാവണത, എവിടുന്നും കഴിക്കാം. നമുക്ക് നിലത്ത് വിളമ്പേ കഴിക്കാൻ പറ്റുമോ?
നമുക്ക് നല്ല ആള് നല്ല ദിക്കിൽ നല്ല പ്ലേറ്റിൽ വൃത്തിയിൽ വിളമ്പിയാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. നായക്ക് അങ്ങനെയൊന്നും ഇല്ല. എവിടെ വിളമ്പിയാലും അത് കിടന്നുറങ്ങാൻ പറ്റുമോ? എവിടെ വേണമെങ്കിലും നായക്ക് പറ്റും. ചുരുണ്ട് കൂടി അങ്ങോട്ട് കിടക്കും. നമുക്കത് വിരിക്കണം, അത് വൃത്തിയാവണം, ആദ്യം ഒരു കുഷ്യം വേണം, അതിന്റെ മുകളിൽ ഒരു വിരി വേണം, എന്തെല്ലാം വേണം. ഒന്നും മനുഷ്യന്റെ പിന്നെ എന്താ ഈ മനുഷ്യന്റെ കേമത്വം? എന്താ ഇപ്പൊ മനുഷ്യന്റെ പ്രത്യേകത? എന്താ പറയാ? എന്താ മിണ്ടാത്തു? എന്താ പറയും പോലെ എന്താ ഇപ്പൊ ഇതിന്റെ കേമം? വിശേഷ ബുദ്ധി ഉണ്ടെന്നാ പറയണത്. എന്തുണ്ട്? അങ്ങനെ പറയുന്നുണ്ട്. നിശ്ചല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നുന്നൊന്നുമില്ല. മനുഷ്യരുടെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോഴുള്ള പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെ എന്ത് ബുദ്ധി? മറ്റുള്ള ജന്തുക്കളൊക്കെ തന്റെ അടിമകളാക്കി വെച്ച് പ്രകൃതിയെ നശിപ്പിച്ചും കൊണ്ട് അങ്ങനെ കഴിയുക ഈ ബുദ്ധി കൊണ്ട്. അതിനല്ല ഈ ബുദ്ധി തന്നത്. വിശേഷ ബുദ്ധി തന്നത് ഭഗവാനെ പറ്റി ചിന്തിക്കാനാ. അത് ചെയ്യാണ്ട് ഈ മൃഗങ്ങളും പക്ഷികളും എന്തു ചെയ്യണോ അതുപോലെ തന്നെ കഴിയുക. അതുപോലെ ആയാലും സാരല്ലേ വിചാരിക്കരുത്. അതിനേക്കാൾ അധപ്പതിക്കുക. ഇത്ര വൃത്തികേടൊന്നും മൃഗം ചെയ്യില്ല. അതിലും വലിയ വൃത്തികേട് ചെയ്തിട്ട് നമ്മൾ പറയും മൃഗീയമായി പോയി. ആ മനുഷ്യന്റെ പ്രവൃത്തി എന്തായി? ഇല്ലില്ല, അത് മൃഗത്തിനെ കുറവാക്കുക. അതൊന്നും അത്ര വൃത്തികേട് മൃഗം ചെയ്യില്ല. അതിന് പിന്നൊരു മര്യാദ ഉണ്ട്. മനുഷ്യൻ കാണിക്കുന്ന വൃത്തികേടൊന്നും മറ്റു മൃഗങ്ങളോ പക്ഷികളോ കാണിക്കാറില്ല. അതല്ല, ഇങ്ങനെ വികൃതമായിട്ട് ചിന്തിക്കാനും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സഞ്ചരിക്കാനും അല്ല ഈ ബുദ്ധി തന്നത്. പിന്നെയോ ഈശ്വരനെ കണ്ടെത്തുക, എല്ലാവരോടും സഹകരിച്ച് ഐക്യത്തോടുകൂടി ഇവിടെ സന്തോഷമായിട്ട് കഴിയാനാണ് ഈ ജന്മം കിട്ടിയത്. പക്ഷെ അത് ചെയ്യണില്ല. അതിന് വലിയ അധ്വാനമൊന്നുമില്ല. കഷ്ടപ്പെട്ട് നമ്മൾ അക്രമം ചെയ്യുക, അത്രയൊന്നും കഷ്ടപ്പാടില്ല ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ. അതിന് ശ്രമിക്കുന്നില്ല. ജന്മലാഭപര പുംസാം അന്തേ നാരായണ സ്മൃതി. അതുകൊണ്ട് പരീക്ഷത്തെ ഈ ജന്മം ലാഭമാവണമെങ്കിൽ അവസാനത്തിലെങ്കിലും ഈശ്വര സ്മരണ ഉണ്ടാവണം. അവസാനം എപ്പോഴാ അറിയോ? അലാറടിയോ? ആയിട്ടു അപവാറായിയേ എന്നൊക്കെ ഒരാൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആലോചിച്ചിരിക്കായിരുന്നു. ഇതത് അറിയില്ല എന്ന് വേണമെങ്കിൽ സംഭവിക്കാം. ശരിക്കും പറഞ്ഞാൽ പരീക്ഷത്തിനേക്കാൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആരാ? ഭാഗവതം നമ്മളാ. കാരണം പരീക്ഷത്തിന് 7 ദിവസം ഉണ്ട്, അതിലൊരു സംശയവുമില്ല. 6-ാം ദിവസം മരിക്കുക പരീക്ഷത്ത് ഇല്ല. കാരണം ശാപം എന്താ? 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കുന്ന. അപ്പൊ അതിന്റെ മുമ്പൊന്നും നമ്മളെ കാര്യം പേടിപ്പിക്കാൻ പറയല്ലേ? ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. 10, 40, 50 കൊല്ലം, 100 കൊല്ലം എന്തായാലും എല്ലാവരും ഉണ്ടാവും. എന്നാലും എന്തുറപ്പാ? അതുകൊണ്ട് ഇരിക്കുന്ന സമയം ശ്രദ്ധിച്ച് ഇരുന്ന് കാര്യം മനസ്സിലായിക്കോളുക. അത് ഇവിടെ ഇരുന്നാൽ മനസ്സിലാക്കി ഇവിടെ ഇരിക്കുക. ഇനി വീട്ടിൽ പോയാലും മനസ്സിലാക്കി പോയിക്കോളൂ വീട്ടിലേക്ക്. എത്രയും പെട്ടെന്ന് ശരീരം വീണതിന്റെ മുമ്പ് കാര്യം മനസ്സിലാക്കി സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ വേണ്ടത്. അതിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയത്. ഇത്രയും കേട്ടപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, എനിക്കിനിപ്പോൾ 6 ദിവസം കൂടിയുള്ളൂ, കാര്യങ്ങൾ വല്ലതും മനസ്സിലാക്കാൻ സാധിക്കുമോ? കാരണം 6 ദിവസത്തിനുള്ളിൽ ഈ തത്വം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി എനിക്കുണ്ടോ? പരീക്ഷത്ത് ഇതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല, സമയം ആവശ്യമില്ല. ഘട്ടുവാങ്കോ നാമ രാജർഷിഹി. പണ്ട് ഘട്ടുവാങ്ക് എന്ന പേരായിട്ടൊരു രാജാവ് ഒരു മുഹൂർത്തം കൊണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാനിലെത്തിയിട്ടില്ലേ. മുക്തി എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട വിഷയമല്ല, ഉള്ളിലുള്ളതാ. ഉണ്ട് ഇവിടെ. തിരിച്ചറിയേ വേണ്ടു. അസ്മൃത കണ്ഠമണി, കഴുത്തിലുള്ള മാല പോലെയാണ്. നെക്ലേസ് കഴുത്തിലുണ്ട്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകാറില്ലേ? ഇതുപോലെയാണ് നമ്മൾ ദുഃഖികളാണെന്ന് വിചാരിക്കുക. അല്ല, ഇടയ്ക്ക് നെക്ലേസ് നമ്മൾ മറന്നു, ഇടയ്ക്ക് കാണില്ല, ഇങ്ങനെ നോക്കിയാൽ കാണൂല്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് പെട്ടെന്ന് തിരക്കുള്ള ദിക്കിലേക്ക് എത്തുമ്പോൾ ഒരു സംശയം തോന്നും. മാലല്ലേ ഇല്ലേ നോക്കി കാണൂല, ആകെ പേടിച്ച് പരിപ്രവച്ചു ഹാവു കണ്ടോ. പക്ഷെ ഒരു നിമിഷം ഞെട്ടിയില്ലേ? ഒരു നിമിഷം, അധിക നേരം, കുറച്ചു നേരം. അത് പോയി എന്ന് വിചാരിച്ചപ്പോ ദുഃഖമായി, ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. ഇതുപോലെ നിങ്ങൾ സ്വതന്ത്രരാണ്, ആരും കെട്ടിയിട്ടിട്ടില്ല, ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല, സമാധാനമായിട്ടിരിക്കുവോ. സമാധാനം ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടിരുന്ന എന്ത് ചെയ്യും? ഇത്രയേ ഉള്ളൂ. ഇത് ബോധിപ്പിക്കുക മാത്രമാണ്. അതുകൊണ്ട് കിട്ടേണ്ട വിഷയമാണെങ്കിൽ അധ്വാനിക്കണം. ഇതിലുള്ള വസ്തുവാണ്, അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നേടിയെടുക്കാനായിട്ട് ഓടേണ്ട കാര്യമില്ല. ഇവിടെ ഉണ്ട്. എന്തേ വേണ്ടു? ഒന്ന് കണ്ണ് തുറക്കുക വേണ്ടു. നമ്മളിങ്ങനെ നിൽക്കുക, തുറക്കില്ല പറഞ്ഞിരിക്കുക, വെളിച്ചല്ല. ഒന്ന് കണ്ണ് തുറന്നാൽ മതി. വിളക്ക് വേറെ കൊണ്ടുവരുന്നു വേണ്ട, ഇവിടെ വെളിച്ചുണ്ട്, ഒന്ന് കണ്ണ് തുറന്നാൽ പോരെ. തയ്യാറാവില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്രേ വേണ്ടു. ഒരു മുഹൂർത്തം, അതിലധികം ഒന്നും ആവശ്യമില്ല. ഒന്ന് ചിന്ത മാറിയാൽ മതി, അത്രേ വേണ്ടു. കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയാൽ മതി. അധ്വാനിച്ച് നേടേണ്ട വിഷയമല്ല. അതുകൊണ്ട് അങ്ങ് ഒട്ടും പേടിക്കേണ്ട. എത്ര സമയമുണ്ട്? 7 ദിവസം ധാരാളം. ആദ്യം വേണ്ടത് ശരീരത്തെ അടക്കുകയാണ്. അങ്ങത് അടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ വിസ്തരിക്കുന്നില്ല. ഒരു ഭാഗത്ത് ശരീരം നിൽക്കണം കുറച്ചധികം നേരം. നിങ്ങൾക്കൊക്കെ അത് പറ്റിയിട്ടുണ്ട്, പിന്നെയും പറ്റാത്ത നിൽക്കാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വരണം. പക്ഷെ നിങ്ങൾ എത്ര നേരം ഇരിക്കണ ഈ ചൂടത്ത്? അത്ഭുതമാണ്. എന്ന് പറഞ്ഞ അർത്ഥം ശരീരത്തെ അടക്കാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. വീട്ടിലാണെങ്കിൽ ഇരിക്കുമോ? വീട്ടിലാണെങ്കിൽ അവിടെ നിന്ന് നീറ്റ് മുറ്റത്തേക്ക് പോകും, പിന്നെ അവിടെ പോയി, പിന്നെ സ്റ്റോർ റൂം പോയി, എന്തിനു വന്നു ഓർമ്മയിലുണ്ട്, പിന്നെയും തിരിച്ച് അങ്ങനെ എത്ര പ്രാവശ്യം എവിടെയൊക്കെ പോയി ഉണ്ടാവും. ഇതിപ്പോ എത്ര നേരം ഇരുന്നു?
അപ്പം ശരീരത്തെ അടക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മനസ്സിനെ അടക്കലാണ്. അതത്ര എളുപ്പമല്ല. ആദ്യം ശരീരത്തെ അടക്കുക, പിന്നെ മനസ്സിനെ അടക്കണം. മനസ്സിനെ അടക്കണമെങ്കിൽ ഇത് എവിടെയാന്ന് ആദ്യം അറിയണ്ടേ? അത് അറിയൂല. എവിടെയാ മനസ്സ്? എവിടെയുള്ളത്? എവിടെയാ മനസ്സ്? എവിടെയാ? ഇവിടെയാണോ? അല്ല, അവിടെയല്ല. നമുക്കത് പ്രധാനമാണ്. പക്ഷെ എന്തായാലും ഇവിടെയല്ല മനസ്സുള്ളത്. ചിലർ പറയും ഇവിടെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ചിലർ പറയും എൻ്റെ മനസ്സിൽ. രണ്ട് പക്ഷ. ചിലർ ഇവിടെയാ പറയുന്നത്, ചിലർ ഇവിടെയാ പറയുന്നത്. ചിലരില്ല എന്നും പറയും. എന്ത് ചോദിച്ചാലും മനസ്സില്ല. ഭാഗവതം വായിക്കോ? മനസ്സില്ല. കുറച്ചേരം കേൾക്കോ? മനസ്സില്ല. അങ്ങനെ അങ്ങനെ പറയണവരുണ്ട്. എന്ത് ചോദിച്ചാലും ഇല്ല, മനസ്സില്ല പറയുന്നത്. പക്ഷെ മനസ്സുണ്ട് കേട്ടോ. ഈ മനസ്സാണ് പ്രശ്നക്കാരൻ. ഇതാണ് ഈ വേടാകൂടെ ഒക്കെ ഉണ്ടാക്കുന്നത്. ആരാ? മനസ്സില്ലെങ്കിൽ എത്ര നന്നായി. മനസ്സില്ലാത്തൊരോ സമയം ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ എന്തില്ല? മനസ്സില്ല. അതുകൊണ്ടാണ് ഏറ്റവും സുഖം എന്താ? ഉറക്കാണ്. എന്താ കാരണം? മനസ്സില്ല. അന്നെ മനസ്സങ്ങോട്ട് വന്നാൽ എന്ത് പോയി? സമാധാനം പോയി എന്ന് നമ്മൾ പറയണം. മനസ്സമാധാനം വേണം. അങ്ങനെ ഉണ്ടാവില്ല. മനസ്സുണ്ടെങ്കിൽ എന്തിരിക്കില്ല? മനസ്സുണ്ടെങ്കിൽ സമാധാനം ഇല്ല. ചിന്തകൾ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടോ? ചിന്തകൾ അങ്ങോട്ട് അസ്തമിച്ചാൽ സമാധാനം. ആ ചിന്തകൾ ഇല്ലാണ്ടിയൊക്കെയാണ് നമ്മൾ പലതും ഇഞ്ചക്ഷൻ വെക്കുന്നത്, ഗുളിക കഴിക്കുന്നത്, പലത് കുടിക്കുന്നതൊക്കെ. തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് അതിനൊന്ന് ചിന്തകളില്ലാത്ത അവസ്ഥ, അതൊന്നും ആവശ്യമില്ല. ഒരു ചെലവും ഇല്ലാണ്ട് ഭാഗവതം വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ധ്യാനം, സമാധി. മനസ്സിനെ അടക്കണച്ചാൽ എളുപ്പമല്ല. പക്ഷെ ഒന്ന് പറയട്ടെ, മനസ്സിനെ അടക്കാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? മനസ്സും പ്രാണനും ഒരു ദിക്കിലാണ് പൊന്തുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം നമ്മൾ വലിച്ചു വിടുന്നില്ലേ? ഇത് മനസ്സും ഒരു ദിക്കിലാണ് പൊന്തുന്നത്. മനസ്സിനെ അടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിനെ അടക്കാൻ പോകണ്ട, പ്രാണൻ അടയ്ക്കാൻ മതി. എന്താണ്? ശ്വാസത്തെ നിരീക്ഷിച്ചാൽ മതി. ഇപ്പൊ വലിക്കുന്നുണ്ട്, ഒന്നും വേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം ഇങ്ങനെ പോണതൊന്നും ശ്രദ്ധിക്കുക. ഒന്ന് കണ്ണടച്ച് അതിന്റെ വേഗത ഒന്ന് കുറയ്ക്കുക. ഇപ്പൊ കുറഞ്ഞുകൊണ്ടാവും. വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാ വലിയ വേഗത്തിൽ പോകുന്നുണ്ടാവും. പക്ഷെ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്വാസം ഒരു താളത്തിലാവും പോവുക. മെല്ലെ ഒന്ന് നിരീക്ഷിക്കുക എന്നെ തന്നെ. എന്റെ ശ്വാസം അതിങ്ങനെ അകത്തേക്ക് എടുക്കുന്നതിന് പൂരകം എന്ന് പറയും. കുറച്ചു നേരം അവിടെ വെക്കുന്നതിന് കുംഭകം എന്ന് പറയും. മെല്ലെ പുറമേക്ക് വിടുന്നതിന് രേചകം എന്ന് പറയും. അത് സാവധാനത്തിലാവ്. അതിനൊന്ന് നിരീക്ഷിച്ചാൽ എന്ത് പോകും? സാവധാനം ചിന്തകളില്ലേണ്ടിയാവും. എന്തില്ലേണ്ടിയാവും? പക്ഷെ അതിനിടയ്ക്ക് ചീത്ത ചിന്തകളൊക്കെ പൊന്തി വരും. നമ്മൾ ചീത്ത നല്ലതൊന്നും കൊടുക്കണ്ട. നമ്മളിപ്പോ ഇതിനെ തരംതിരിക്കണം. നല്ല ചിന്ത, ചീത്ത ചിന്ത, എന്തും പൊന്തി വരും. ആദ്യമൊക്കെ ചീത്ത ചിന്തയാ വരിക. ഒന്ന് വെറുതെ ഇരുന്ന് കണ്ണടച്ചു നോക്കുക, എന്തൊക്കെയാ വരിക മനസ്സിൽ. പറയണ്ട, പുറത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അത് വേണ്ട. പക്ഷെ അങ്ങനെ വരിക. ഉള്ളിൽ പലതും ഉണ്ടേ. കുറെ കാലമായിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെച്ച പല അറകളും ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല ആളാ, ഭാഗവതൊക്കെ വായിക്കുന്ന ആളാ, നല്ല ആളാ, സപ്താഹം എത്ര കേട്ടു, എന്റെ അത്ര കേമ വേറെ ഇല്ല എന്നൊക്കെ വിചാരിക്കും. ഒന്നൊരു മിണ്ടാണ്ട് ഒരു ഭാഗത്ത് മൂലക്കിൽ ഇരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്നാ കാണാം. അങ്ങനെ വരും. അപ്പൊ മനസ്സിലാവും ഇത്ര ക്രൂരൻ ലോകത്ത് വേറെ ഇല്ല. അത്രയേ ഉള്ളൂ. ദുര്യോധനെയും ധർമ്മപുത്രനെയും വിട്ടു നാട് കാണാം. എന്ത് പഠിച്ചു ചോദിച്ചു. ദുര്യോധനൻ പറഞ്ഞു എന്റെ അത്ര കേമൻ വേറെ ഇല്ല, അതാ ഞാൻ കണ്ടത്. ധർമ്മപുത്രൻ പറഞ്ഞു എന്റെ അത്ര മോശക്കാരൻ ലോകത്ത് വേറെ ഇല്ല, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയേ ഉള്ളൂ. എങ്ങനെ നോക്കണുള്ളതിനനുസരിച്ചാ. അതുകൊണ്ട് ചിന്തിക്കാൻ പോകണ്ട. നല്ലത് ചീത്തതൊന്നും ചിന്തിക്കേണ്ട. ചിന്തകൾ വരട്ടെ പോട്ടെ, അതിന്റെ പിന്നാലെ നമ്മൾ പോകാണ്ടിരുന്നാൽ മതി. കാരണം ചിരിക്കുമ്പോൾ ഇങ്ങനെ വരും, വേണ്ടാത്ത ചിന്തയൊക്കെ വരും. അവ വന്നോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ പോവും. അവിടെ നിൽക്കൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ പോവും. ബ്ലോക്ക് വന്ന് നമ്മൾ കാത്തു നിൽക്കില്ലേ? റെഡ് ലൈറ്റ് കത്തി നമ്മളവിടെ ബ്രേക്ക് ഇടും, വണ്ടി ഓഫാക്കും, വെറുതെ പെട്രോൾ പോകണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ പച്ച കത്തും, കത്തുമ്പോൾ മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ. ചീത്ത ചിന്ത വരട്ടെ, അത് വന്നു, കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. ഞാൻ ചിന്തയല്ല, ഞാൻ ചിന്ത ആർക്കാ? അതാ ഞാൻ ചിന്തകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ആളാണെന്ന് ചിന്തിച്ചാൽ ചിന്ത അസ്തമിക്കും. കുറച്ചു നേരമൊക്കെ മനസ്സ് നമ്മളെ പെടുത്താനായിട്ട് ശ്രമിക്കും. പിന്നെ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ആരടങ്ങും? മനസ്സ് തോറ്റ് നമസ്കരിച്ച് പോയിക്കോളും. ഇപ്പൊ നമ്മൾ താലോലിക്കാൻ നിൽക്കും. ചിന്ത വരുമ്പോഴേക്ക് നമ്മൾ അതിന്റെ പിന്നാലെ അങ്ങനെ പോയി വീണ്ടും അതന്നെ ചിന്തിച്ച് വീണ്ടും രാഗം, താളം, പല്ലവി, പിന്നെ വീണ്ടും വിസ്തരിച്ച് പാടി ഇങ്ങനെ അത് കൂട്ടുകയാണ്. എന്നിട്ടാണ് ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊരു തലം കഴിഞ്ഞാൽ അതിന് സ്വയം ജീവൻ വയ്ക്കും. പിന്നെ നമ്മുടെ കൺട്രോളല്ല. പിന്നെ സൈക്കാട്രിസ്റ്റ് ഒക്കെ വേണ്ടി, പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഷോക്ക് വേണ്ടി വരും. അവിടേക്ക് നിർത്തരുത്. അതിന്റെ മുന്നിൽ തന്നെ നിയന്ത്രിക്കണം. അതിനൊക്കെയാണ് ഈ ഭാഗവതം. അല്ലാണ്ട് മോക്ഷം എന്ന് പറഞ്ഞിരിക്കണ്ട. ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കാൻ, മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ. പ്രാണനെ അടയ്ക്കാൻ മതി. മെല്ലെ ശ്വാസം വലിക്കുക, അകത്ത് വയ്ക്കുക, പുറമേക്ക് വിടുക. ഇത് സാവധാനം ചെയ്യുക. ഇനി അതല്ല, അത് മന്ത്രത്തോടു കൂടിയാണെങ്കിൽ സമന്ത്ര പ്രാണായാമം. ഇഷ്ടദേവനെ സ്മരിച്ചും കൊണ്ടാണെങ്കിൽ വളരെ നന്നായി. ഇത് വിഷ്ണുപുരാണം ആയതുകൊണ്ട് ഭഗവാന്റെ സുന്ദര രൂപം, നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി തൂമന്ദഹാസം പൊഴിച്ച് മനോഹരമായിട്ടൊരു രൂപം വർണ്ണിക്കുകയാണ്. ഏത് രൂപം വേണമെങ്കിലും അവൻ്റെതൊന്നുമില്ല. ഇഷ്ടമുള്ള ഭഗവതി വെച്ചാൽ ഭഗവതി, ഭഗവാനാണ് വെച്ചാൽ ഭഗവാൻ. ആരെ വേണേൽ ധ്യാനിക്കാം. മനസ്സൊന്നും അടങ്ങുക, അതാണ് ഉദ്ദേശം. ചിലർക്കത് പറ്റില്ല. കണ്ണടച്ചിരിക്കും, പക്ഷെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങി വീഴും. കാരണം എപ്പോഴും കണ്ണടയ്ക്കാതെ ഉറങ്ങാനാ. അത് ശീലിച്ചപ്പോൾ കണ്ണടച്ചാൽ ഉറങ്ങിക്കോളും. ഇവിടെ നിന്ന് ഒരാൾ പറയും ഉറങ്ങല്ലേ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? കണ്ണടയ്ക്കണ്ട.
അവർ കണ്ണടച്ച ബുദ്ധിമുട്ടാണ്. അവർ കണ്ണടക്കണ്ട, കണ്ണ് തുറന്നു ധ്യാനിച്ചോളൂ. ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ ശരീരം, അതാണ് വിരാട് സ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപം. ഈ കാണുന്നതൊക്കെ എന്താ? ഹരേ ശരീരം, ഒക്കെ ഭഗവാന്റെ ശരീരമാണ്, അവയവങ്ങളാണ്. ആകാശം കണ്ടു ഭഗവാന്റെ ശിരസ്സാണെന്ന് ഭാവന ചെയ്യാം. ഭാവന ചെയ്യുക പറഞ്ഞാൽ മോശമല്ലേ? ആര് പറഞ്ഞു ഇത് ഭഗവാനാണ്? ഇതിനെന്താ ഭാവന ചെയ്താൽ? നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് കൃത്രിമമായിട്ട് ഭാവന ചെയ്യാൻ പറയുകയാണ്. സത്യത്തിൽ അത് തന്നെയാണ്, ഇതൊക്കെ ഭഗവാനാണ്. അപ്പം ആകാശം ഭഗവാന്റെ ശിരസ്സാണെങ്കിൽ കാർമേഘം ഭഗവാന്റെ ചുരുണ്ട മുടി. കാവ്യാത്മകമായിട്ട് വർണ്ണിക്കുകയാണ്. നക്ഷത്രങ്ങൾ ഭഗവാന്റെ മാല, സൂര്യൻ ചന്ദ്രൻ കണ്ണുകൾ, പർവ്വതം ഭഗവാന്റെ അസ്ഥി, നദികൾ ഭഗവാന്റെ നാഡി, വൃക്ഷങ്ങള് ഭഗവാന്റെ രോമങ്ങളാ. പാതാളമേതസ്യ പാദമൂലം. എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഭഗവാന്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. ഇങ്ങനെ കണ്ടോളൂ. അങ്ങനെയാകുമ്പോഴും മനസ്സിളകില്ല, രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല, ഒന്നിനോട് ഒട്ടാനായിട്ട് ആര് പോവില്ല, മനസ്സ് പോവില്ല. ഈ ചിന്ത വരുമ്പോൾ മറ്റു ചിന്തകൾ ഇല്ലാണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ വലിയൊരു ലാഭം എന്താ ചോദിച്ചാൽ, ഇത് കേൾക്കുന്നില്ലെങ്കിൽ പോലും വേറുള്ളത് വരുന്നില്ല. എന്താണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കണില്ല എന്നല്ല, അങ്ങനെയല്ല. ഇനിയിപ്പോ അത് കേട്ടില്ലെങ്കിൽ പോലും മറ്റ് ചിന്തകൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഉള്ളിൽ വരാണ്ടിരിക്കണില്ലേ? ലാഭല്ലേ? ലാഭമാണ്, അത് വലിയ ലാഭമാണ്. ഇനി ഉറങ്ങുകയാണെങ്കിലും മറ്റു ചിന്ത വരണില്ലല്ലോ. ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിന്തകൾ വരണില്ല. വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെ ചിന്ത വന്നിട്ടുണ്ടാവും? ഇപ്പോ കണക്കുണ്ടോ? എന്നിട്ട് പറയും പിറ്റേ ദിവസം ഇന്ന് ചിന്തിച്ചതൊന്നും ഒന്നല്ല അറിയാം. നാളെ രാവിലെ അങ്ങനെ എണീറ്റ് പറയും, എന്താ ഇന്ന് ആകെ ഒരു മൂഡ് ഓഫ്. ഇന്നത്തെ പ്രശ്നമല്ല, ഈ ഇന്നലെ ചിന്തിച്ചു വെച്ചതിന്റെ പ്രശ്നമാണത്. താമസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നാൽ അതിന്റെ പിറ്റേ ദിവസം അത് അറിയാം. കാരണമൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മനസ്സിങ്ങനെ കാരണതാണ്. നേരെ മറിച്ച് ഭാഗവതം കേൾക്കുമ്പോൾ നോക്കൂ, നാളെ നോക്കി നോക്കൂ, ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിച്ചാണ് ഇത് കേൾക്കണതെങ്കിൽ എന്നൊന്നുണ്ടാവും, പ്രസന്നാത്മകം എന്നൊരു കുളിർമ. പുറത്ത് ചൂടൊക്കെ ഉണ്ടാവും, ഒക്കെ ശരി തന്നെ, പക്ഷെ ഉള്ളിലൊരു ഉറപ്പ്. കാരണം സാത്വികമായിട്ടുള്ള കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതാണ് കാര്യം. അതാണ് ഭഗവാന്റെ സ്വരൂപം. അങ്ങനെ വർണ്ണിക്കാം, അങ്ങനെ ധ്യാനിക്കാം. ഇതും പറ്റണില്ലെങ്കിലോ ചിലർക്ക് അതും പറ്റില്ല. കണ്ണു തുറന്ന ആകാശം കാണുമ്പോൾ തോന്നണില്ല, എന്താ ഇപ്പൊ ചെയ്യാ? തലയാത്താൽ തോന്നണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, രാവിലെ വന്നിരിക്കുക, ഭാഗവതം കേൾക്കുക, 6:30 വരിക, സഹസ്രനാമം ഉണ്ടാവും കേൾക്കുക, സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അധ്യായം കേൾക്കുക, കഥ പറയുന്നത് കേൾക്കുക. പിബന്തിയേ ഭഗവതാത്മന സതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം. അത്രയേ വേണ്ടൂ. ഈശ്വര കഥകൾ കേട്ടാലും ഇതേ ഫലമാണ്. സൂക്ഷ്മമായിട്ട് ധ്യാനിച്ചാലും സ്ഥൂലമായിട്ട് ധ്യാനിച്ചാലും ഈശ്വര കഥകൾ കേട്ടാലും സംഭവിക്കുന്നത് ഒന്ന് തന്നെ, സമാധി ഉറപ്പാണ്, ശാന്തി ലഭിക്കും. കഥ കേൾക്കുമ്പോൾ ധ്യാനം നടക്കുന്നുണ്ട് ഇല്ലേ? ഈ കഥയൊക്കെ വർണ്ണിക്കുമ്പം ചിത്രമായിട്ട് മനസ്സിൽ കാണുന്നില്ലേ? ഓരോരുത്തർ ഓരോ രീതിയിൽ, ഓരോരുത്തരുടെ പരീക്ഷത്ത് വ്യത്യാസം ഉണ്ടാവും അല്ലേ? എല്ലാവരുടെ പരീക്ഷത്തൊന്നും ആയിക്കോളുന്നില്ല. എല്ലാവരുടെ നായാട്ടിന് പോയപ്പോൾ കാടെല്ലാവരും ഒരേ കാടാവില്ല കണ്ടിട്ടുണ്ടാവുക. ധ്യാനിച്ചിരിക്കുന്ന ശൃംഗി അല്ലെങ്കിൽ ആ മുനികുമാരൻ ഒക്കെ വേറെ വേറെ ആയിരിക്കും, എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. അപ്പൊ അങ്ങനെ വിസ്തരിച്ച് ധ്യാനിക്കുന്നുണ്ട്. ധ്യാനിക്കുമ്പോൾ ശാന്തമാകുന്നുണ്ട് മനസ്സ്. കുറച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കുന്ന ഞാൻ, ധ്യാനിക്കപ്പെടുന്ന വസ്തു, ധ്യാനമെന്ന പ്രവൃത്തി, ഇതെല്ലാം ഒന്നായി മാറും. പലതുകളില്ല, ഒന്ന് മാത്രം, അനുഭൂതി, ശാന്തി മാത്രം. അതാണ് സമാധി. അങ്ങനെയാവും. അപ്പോഴാണ് പരീക്ഷത്തിന്റെ ചോദ്യം സൃഷ്ടിയെ പറ്റി. അതിനെപ്പറ്റിയൊക്കെ പറയണ വെച്ചാൽ എളുപ്പമാണോ? സൃഷ്ടിയെ പറ്റി ചോദിച്ചു, എന്തിനാ ഈ സൃഷ്ടി? കഷ്ടാതേ സൃഷ്ടി ചേഷ്ട. കൈപത്രി ചോദിക്കണില്ലേ? ബഹുതര ഭവഖേദാവഹ ജീവഭാജാം വിദ്യേവം പൂർവമാലോചിതമജിതമയാ നൈവം അദ്യാഭിജാനേ. ഇവരപ്പ എന്തിനീ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു അങ്ങ്? പലരും ചോദിക്കുന്ന ചോദ്യം. വല്ലാത്തൊരു ദുഷ്ടം തന്നെ ഈശ്വരൻ. ചിലരുടെ സകലാംഗരാക്കി, ചിലരെ വികലാംഗരാക്കിയിട്ട്, ചിലരുടെ ദരിദ്രരായും കൊണ്ട്, ചിലരുടെ സമ്പന്നരായും കൊണ്ട്, ഇങ്ങനെ ഒരു വകതിരിവില്ലാത്തൊരു ഈശ്വരൻ. കഷ്ടാതെ എന്നിട്ട് ബുദ്ധിമുട്ടിക്കുക, അത് കണ്ട് രസിക്കുക. ആര്? ഭഗവാൻ. ഇത്രയൊരു കണ്ണുചോരല്ലാതെ ഇവരല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നും. എന്താണ്? വേണ്ടത്ര ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ, വേണ്ടതുപോലെ ഇല്ലെങ്കിൽ ഈ ചിന്ത ഉണ്ടാവും. മേൽപ്പത്തൂരിന് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവായൂർ വന്നു, കുറച്ച് അദ്ദേഹം പറയാണ്, ഗുരുവായൂർ അപ്പൊ ഞാൻ അങ്ങനെ പണ്ട് ചിന്തിച്ചിരുന്നുട്ടോ. എന്ത്? കഷ്ടാതെ സൃഷ്ടി ചേഷ്ട, അങ്ങയുടെ ഈ സൃഷ്ടി എത്ര ബുദ്ധിമുട്ടുള്ളതാണ് ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പം നൈവം അദ്യാഭിജാനെ, ഗുരുവായൂരിൽ വന്നു അങ്ങയെ ഭജിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് തോന്നണില്ല. നോചേത് ജീവ കഥം വാ മധുരതരവിധം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വ. അല്ല, അങ്ങ് സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഗുരുവായൂരുണ്ടാവൂ? ഗുരുവായൂരപ്പൻ അമ്പലം ഉണ്ടാവും, ഞാനുണ്ടാവും. അങ്ങനെക്ക് വാതരോഗം തന്നില്ലെങ്കിൽ ഞാൻ ഈ ഗുരുവായൂർ എത്തുമോ? അവിടെ തർക്കിച്ച് കഴിയും. ഡോക്ടറേറ്റ് ഒക്കെ നേരിട്ട് PhD ഒക്കെ ചെയ്തിട്ട് കടം പടം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് വല്ല സ്വർണ്ണ വളയോ
പട്ടും വളയും വാങ്ങി അങ്ങനെ കേമനായിട്ട് തർക്കിച്ച് കഴിയുന്നല്ലാതെ ഈ മാർഗത്തിലേക്ക് തിരികെയായിരുന്നു. വാദം വന്നതുകൊണ്ടല്ലേ ഗുരുവായൂരെത്തിയത്, അതുകൊണ്ടല്ലേ നമുക്ക് നാരായണീയം ലഭിച്ചത്. കൽപ്പത്തൂരിന് വാദം വന്നില്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും. വേറെയും കുറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. എത്രയോ നല്ല വലിയ ഗംഭീരമായിട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ പല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെ ഭക്തിക്ക് പ്രാധാന്യമായി കൊണ്ടൊരു സ്തോത്രകാവ്യം അത് നാരായണീയം. പക്ഷെ അറിയപ്പെടുന്നത് കൂടുതൽ ആ പേരില്ല. ഭക്തന്മാർക്കൊക്കെ അതേ അറിയുള്ളൂ. കൽപ്പത്തൂരിന്റെ നാരായണീയം എഴുതിയ ആളല്ലേ. വാദം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അത് എഴുതില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യമൊക്കെ അങ്ങനെ തോന്നാം, പക്ഷെ സൃഷ്ടിയെ പറ്റി അതുകൊണ്ട് എന്താണ് ഈ സൃഷ്ടി എന്നാണ് പരീക്ഷത്തിന്റെ ചോദ്യം. എന്തിനിപ്പോ സൃഷ്ടിച്ചു, എന്താ കാര്യം ചോദിച്ചു. ഇതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതിനുവേണ്ടി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു. അതാണ് ശുഖസാരസ്വതം. എന്റെ നാവിൽ വന്നിരിക്കണേ ഭഗവാനെ. ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാവണ ഭാഗത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ. എന്താണ് ആ പ്രാർത്ഥന? നോക്കൂ, എല്ലാ ദിക്കിലും ഒരുപോലുള്ള ആളുകളല്ല ഇരിക്കുക. ഓരോ ദേശത്ത് ഓരോ തരത്തിലാവും ആളുകൾ. എല്ലാ ദിക്കിലും നമ്മൾ ഒന്നല്ല പറയും ചെയ്യുക. ഭാഗവതവും മുന്നിൽ വെച്ചിട്ടുണ്ടാവും പറയാ, പക്ഷെ ആൾക്കനുസരിച്ചാ, കേൾക്കുന്നവർക്കനുസരിച്ചാ പറയാ. അവര് ഉറങ്ങാൻ തുടങ്ങുന്നുണ്ട് വെച്ചാൽ ലേശമൊക്കെ ഒന്ന് മാറ്റും ശൈലി. അവർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് ശൈലി. അതൊക്കെ അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയൊക്കെ പറയിപ്പിക്കണേ ഭഗവാൻ. അതാണ് കേൾക്കുന്നവർക്ക് ശ്രദ്ധ വരാൻ പാകത്തിന് എന്നെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കണം. ഞാൻ അങ്ങയുടെ കയ്യിൽ ഉപകരണം. ഭൂതൈഹി മഹദ്ഭിർയൈമാ പുരോ വിഭൂ നിർമ്മായശയതേ തമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശാത്മകസോലം ഋഷിഷ്ട ഭഗവാൻ വചാംസി മേ. എന്റെ ഭഗവാനെ, അങ്ങ് എന്റെ നാവിനെ അലങ്കരിക്കണേ. എന്തൊരു വിനയം. എന്തും പറയാൻ പോകുമ്പോ ഞാൻ പറയാന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞുതരാം, പരീക്ഷിത കേട്ടോളൂ. അഹങ്കാരത്തിന് അങ്ങനെ വരിക. എനിക്കിത് ഇങ്ങനെ പൂർവികര് പറഞ്ഞതൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ടും സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ കൃപ കൊണ്ടും കുറേശ്ശൊക്കെ മനസ്സിലായത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ശുഗര് പറയാൻ പുറപ്പെടുകയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പരീക്ഷ ചെയ്യാത്ത സംഗതിയാണ്. എന്താണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഇല്ലാത്തതാണ്. എന്നാൽ ആദ്യം അങ്ങേക്ക് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെയൊന്നുണ്ട്. എങ്ങനെ ഉണ്ടായി? ഇല്ലാത്തൊന്നും എങ്ങനെ ഉണ്ടായി? എങ്ങനെയാ പറയാ? ഏതുപോലെ ചോദിച്ചാൽ ഉദാഹരണം പറയാം. വന്ധ്യാപുത്രൻ ആരാണ്? വന്ധ്യാപുത്രൻ മുയൽക്കൊമ്പും പിടിച്ച് മരുമരീചികയിലും മുങ്ങി ആകാശകുസുമം ചൂടി വരികയാണ്. ആരാ വരുന്നത്? വന്ധ്യാപുത്രൻ. വന്ധ്യ പറഞ്ഞാൽ പ്രസവിക്കാത്തവളാ, അവൾക്ക് കൂട്ടിയിട്ടാവൂ. മുയൽക്കൊമ്പ്, എന്ത് മുയലിന് കൊമ്പുണ്ടോ? ആകാശകുസുമം അങ്ങനെ ഒരു സംഗതി ഇല്ല. ആകാശത്തിന്റെ പുഷ്പം. മരുമരീചികയിൽ മുങ്ങാൻ പറ്റുമോ? വെള്ളല്ലേ അവിടെ എന്നാ പറഞ്ഞതോ? വന്ധ്യാപുത്രൻ മുയൽക്കൊമ്പുമായി ആകാശപുഷ്പം ചൂടി മരുമരീചികയിൽ മുങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ചിത്രം വന്നില്ല. ഇതേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ സൃഷ്ടി എന്നിങ്ങനെ പറയും. ഒന്നുമില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇല്ല. ഇതുപോലെ വിളക്കെന്ന് കണ്ടു. വിളക്ക് സൃഷ്ടി എന്ന് നമുക്ക് പറയാം. ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എന്തേ ഉള്ളൂ? ഓടയുള്ളൂ. എന്തേ ഉള്ളൂ? ഞാൻ ഓടങ്ങടെ എടുത്ത് മാറ്റിപ്പെടുന്നു. പിന്നെ വിളക്കുണ്ടോ? ഉരുളി ഉണ്ടോ? വിളക്ക്, ഉരുളി എന്നൊക്കെ നമ്മളിങ്ങനെ പറയാന്നല്ലാണ്ട് വാസ്തവത്തിൽ എന്തില്ല. ഓടല്ലാണ്ട മറ്റൊരു വസ്തു ഇല്ല. വിളക്കിനെയാണ് കാണുന്നതെങ്കിൽ ക്ലേശിക്കൂട്ടോ. വിളക്ക് പൊട്ടിയ അയ്യോ, വിളക്ക് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക്. ഓടിനെ കണ്ട ആൾക്കോ ഒരു പ്രശ്നമില്ല, തൂക്കത്തിനൊരു കുറവില്ല. പൊട്ടിയാൽ എന്തുണ്ട്? ഓട അവിടെ ഉണ്ട്, ഓടിനൊരു മാറ്റവും ഇല്ല. ഈശ്വരനെ കാണുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഭഗവാനൊരു മാറ്റവും ഇല്ല. രൂപവും നാമവും ഒന്നും മാറിയെന്നേ ഉള്ളൂ. വിളക്ക് എന്നുള്ള പേരൊന്നും മാറി. ചിലപ്പോൾ നാളെ ഉരുളിയായിട്ട് കിടക്കും. അപ്പൊ നമ്മൾ പറയും വിളക്ക് മരിച്ചു, ഉരുളി ജനിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ വ്യത്യാസം? രൂപവും പേരും മാറി എന്നല്ലാണ്ട് വസ്തുവിന് മാറ്റണ്ടോ, ഓടിന് മാറ്റണ്ടോ? ഇതാണ് സൃഷ്ടി. നമ്മൾ തിരമാല എന്ന് വിചാരിക്കുമ്പോഴേ കുഴപ്പം. നമ്മള് കടലാണ്, അതറിയണം. അതറിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. പക്ഷെ ഇതൊന്നും തുടക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തുടക്കത്തിൽ സമ്മതിച്ചു തരികയാണ്. പണ്ട് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്താവ്യക്തമിതെന്ന കിഞ്ചിത് അഭവത് പ്രാഗ് പ്രാകൃത പ്രക്ഷയേ. അല്പത്തൊരു വർണ്ണിക്കുന്നത് പണ്ട് വ്യക്തമായോ അവ്യക്തമായോ ഒന്നുമില്ല. ഭഗവാൻ മാത്രം, ശുദ്ധബോധം മാത്രം. അതിനെയാണ് നമ്മളിപ്പം കഥയായിട്ട് പറയുമ്പോൾ വിഷ്ണു ആരാണ്? വിഷ്ണു എവിടെയാണ്? പാലായിൽ അങ്ങനെ കിടക്കുകയാണ്. ആര്? വിഷ്ണു ഭഗവാൻ. അനന്തന്റെ മുകളിൽ അങ്ങനെ പള്ളി കൊള്ളുകയാണ്. അനന്തമായ ശക്തിക്കും അടിസ്ഥാനമായും കൊണ്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് തോന്നിയ ഒരു സത്സംഗായാലും എന്താ? ഒറ്റയ്ക്കാകുമ്പോൾ ഒരു സുഖമില്ല ഉണ്ടോ? നമുക്ക് പരദൂഷണം പറയാൻ ഒരാൾ വേണ്ടേ? ഒരാളില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ഭഗവാന് പരദൂഷണമല്ല. ഭഗവാന് തോന്നി സത്സംഗം, ഒന്ന് ഭജന പാടാൻ, ഒന്ന് കൈയടിക്കാനും, ഒന്നൊപ്പം കൂടി ഈശ്വര കഥകൾ പറയുമ്പോൾ കേട്ടിരിക്കാനും ഒക്കെ ഒരാൾ വേണ്ട. ഒറ്റയ്ക്കായാലും ഒരു രസമില്ല. ഒരു സത്സംഗമായാൽ എന്താന്ന് സങ്കല്പിച്ചു. അതോടുകൂടി ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു കമലം, താമര വിടർന്നു. അതിൽ നിന്നൊരാളുണ്ടായി. അയാളാണ് ആര്? മനസ്സ്. ആരാണ്? അതാണ് ബ്രഹ്മാവ്. എന്താണ്? അത്രയേ ഉള്ളൂ. ഉറങ്ങണ നമ്മളാണ് വിഷ്ണു.
ഉണർന്നപ്പോ എന്തുണ്ടായി? മനസ്സ് അങ്ങോട്ട് പൊന്തി. ഇതാണ് ബ്രഹ്മാവ്. ഇയാളാണ് പ്രശ്നക്കാരൻ. സൃഷ്ടിക്കുന്നത് ആരാ? ബ്രഹ്മാവ്. ഞാൻ ഇന്ന ആളാണ്. ആര് പറഞ്ഞു? ഞാൻ പുരുഷനാണ്, എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട്, ഞാൻ ഇന്ന തന്നെ ചെയ്യണം, ഇതൊക്കെ ആര് നിശ്ചയിച്ചു? ഉറങ്ങിയപ്പോ ഉണ്ടായിരുന്നോ? ഉറങ്ങുമ്പോ വിഷ്ണു ആണ്. എത്ര ശാന്തനാണ്. ഉറങ്ങുമ്പോ എല്ലാവരും ഓ എത്ര മാന്യം. ഉണർന്നാ പോയി. ഉണർന്നാ മനസ്സ് പൊന്തിയേ. മനസ്സാണ് സൃഷ്ടിക്കുന്നത് അല്ലെ? അതെ, അതാണ് സൃഷ്ടികർത്താവ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. ബ്രഹ്മാവിന് 4 തല. മനസ്സെന്ന് പറയുമെങ്കിൽ ശരിക്കും നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ 4 വൃത്തികളുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. സങ്കല്പിക്കും വികല്പിക്കും ആണ് മനസ്സ്. സംശയിച്ചുകൊണ്ടിരിക്കും. പോണോ പോണ്ടേ, പോണോ പോണ്ടേ, പോണോ പോണ്ടേ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാ. പോണം, ഇയാൾ നിർത്തുമല്ലേ, നിശ്ചയില്ലേ, നമുക്ക് പോവുക. ആ നിശ്ചയം എടുത്തതാരാ? ബുദ്ധിയാ. പിന്നെ ശേഖരിച്ച് വെക്കുന്നതാണ് ചിത്തം. മുമ്പുള്ള ഓർമ്മ ഉള്ളിലുണ്ടല്ലോ. റോസാപ്പൂവിന്റെ ഗന്ധം വന്നപ്പോൾ മനസ്സിലാക്കിയത് എങ്ങനെയാ? പണ്ട് റോസ് പൂവ് ആസനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മനസ്സിലാക്കിയത്. ചിത്തം ശേഖരിച്ചു വെച്ചതാണ്. ഇതിൽ ഞാൻ അഭിമാനിക്കുന്നത് അഹങ്കാരം. പറയുമ്പോൾ ഒന്നെന്ന് പറയുമെങ്കിലും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ 4 ഉള്ളതുകൊണ്ടാണ്. ബ്രഹ്മാവ് ഒന്നാണെങ്കിൽ 4 തലണ്ട്. ആർക്ക്? ബ്രഹ്മാവിന്. ഇതിങ്ങനെ വർണ്ണിക്കുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാവ്യാത്മകമായിട്ട്, മനോഹരമായിട്ട്, ആലങ്കാരികമായിട്ട് വർണ്ണിക്കുകയാണ് പുരാണങ്ങളിൽ. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ നാഭിൽ നിന്ന് കമലമുണ്ടായി. ആ കമലമാണ് ഈ കാണുന്ന പ്രപഞ്ചം. അനവധി ദളങ്ങൾ, 14 ദളങ്ങൾ, 14 ലോകങ്ങൾ അതവിടെ ഉണ്ട്. എന്നാലും ബ്രഹ്മാവ് താൻ സൃഷ്ടികർത്താവാണെന്ന് ഭഗവാൻ ബോധിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. ആദ്യമൊന്നും കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആകെ പരിഭ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പം തന്നോട് പ്രകൃതി ഉപദേശിക്കണ പോലെ തോന്നി. തപ 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 തപ. എന്താ പറയണത്? തിരമാലടിക്കുമ്പോഴേ തപ തപ എന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. പുറമേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് തിരിയൂ. മനസ്സിനെ ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കിയാൽ കാര്യം മനസ്സിലാക്കാം. പുറമെ നോക്കിക്കൊണ്ട് ഒന്നും കിട്ടില്ല, അന്വേഷിക്കാന്നല്ലാണ്ട് എവിടെ എത്തില്ല. അതോടുകൂടി ഉള്ളിലേക്ക് തിരിഞ്ഞു, കണ്ണടച്ചു, നിവർന്നിരുന്നു, ധ്യാനിച്ചു. ആ സമയത്ത് വൈകുണ്ഠം ഉള്ളിൽ കണ്ടു. എവിടെ കണ്ടു? പുറമെയല്ല, ഉള്ളിൽ വൈകുണ്ഠം കണ്ടു. അവിടെ ആരെ കണ്ടു? ശുദ്ധബോധം വിഷ്ണു ഭഗവാൻ ഉള്ളിൽ കണ്ടു. ആ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ്, അങ്ങ് സൃഷ്ടികർത്താവാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആര് പറയും? നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, താൻ എന്റെ പണി ചെയ്യും, നന്നാവിട്ട് ആ പണി തനിക്ക് ചേരും. അത് കേൾക്കാൻ നമ്മൾ നിൽക്കില്ല. നമ്മൾ വേറെ പല ആളുകളും പറഞ്ഞത് കേട്ട് അതിന്റെ പിന്നാലെ പോയി അവസാനം വഴി പറഞ്ഞുകൊണ്ട് ആ ജോലി ചെയ്യും. എനിക്ക് മറ്റേതായിരുന്നു മോഹം, ഇത് പെട്ടും പോയി, ഇനിയിപ്പോ ശമ്പളമില്ലാണ്ട് ജീവിക്കാനും എന്തൊരു ദുരിതം എന്ന് പറഞ്ഞു. ഇനിയിപ്പം വഴി വേറെ ജോലി പറ്റില്ല, അത് പിന്നെ സ്നേഹിക്കാം, അത്രയുള്ളൂ. ഇത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അല്ലാണ്ട് പഴി പറയുന്നത്. അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യണേ, മറ്റുള്ളവരോട് നമ്മളോട് ചെയ്യണ ഒരു മോശം പ്രവൃത്തിയാണത്. അത് പാടില്ല. ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് സൃഷ്ടികർത്താവാണ്, സൃഷ്ടി ചെയ്യണം. ബ്രഹ്മാവ് പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. സൃഷ്ടിച്ചാൽ അതിനോട് മമത ഉണ്ടാവും, അതിന് ആപത്ത് വന്നാൽ ദുഃഖം ഉണ്ടാവും. ഇല്ലേ? അച്ഛനമ്മമാർക്ക് മക്കൾക്ക് ആപത്ത് വന്നാൽ തനിക്കെല്ലാവരും ഇരിക്കാൻ പറ്റുമോ? കുട്ടിക്കല്ലേ, എനിക്കല്ലല്ലോ. പറ്റുമോ? അയ്യോ. അങ്ങനെയാകുമ്പോൾ ബ്രഹ്മാവിന് എന്നും വിഷമിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എത്ര പേരെന്നും മരിക്കുന്നുണ്ട്, എന്നും ബ്രഹ്മാവിന് ദുഃഖം ഉണ്ടാവുക. ആ പണി എന്നോട് പറയരുത്. ഭഗവാൻ പറഞ്ഞു, താനല്ലടോ ചെയ്യണത്, താൻ ഒരു നിമിത്തം മാത്രം. നിമിത്തമാത്രം ഭവ സവ്യസാചി. ഭഗവാൻ അർജുനോട് തന്നെയാ പറഞ്ഞത്, താനൊന്നല്ല ഇവരെ കൊല്ലണത്. ഇവരൊക്കെ പണ്ടേ ഞാൻ കൊന്നിട്ടുണ്ട്. താൻ ആ അസ്ത്രം നയിക്കേ വേണ്ടു, അവരുടെ നേരെ അത്രേ വേണ്ടു. ഇതൊക്കെ ഞാൻ ചെയ്യാണ്. താൻ ഉപകരണം, എന്റെ കയ്യിലെ ഉപകരണം, ചെയ്യണത് ഞാൻ തന്നെയാണ്. അതറിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുക. അതാണ് ചതുശ്ലോകി ഭാഗവതം. എന്താണ്? 4 ശ്ലോകത്തിൽ കാര്യം പറഞ്ഞു കൊടുക്കാണ്. ബ്രഹ്മാവെ, അങ്ങല്ല ഒന്നും ചെയ്യണത്, ഞാനാണ്. അങ്ങെന്ന് വിചാരിച്ചാൽ അവിടെ എന്തുണ്ടാവും? അഹന്ത പൊന്തി ദുഃഖമാണ് ഫലം. നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഞാനല്ല പറയുന്നത്, ഞാൻ അതിന് നിമിത്തമായെന്നേ ഉള്ളൂ. ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇതാണ് സത്യം. നിങ്ങൾ ഇരുന്ന് കേൾക്കണുണ്ട്, നിങ്ങളെ കേമത്വം കൊണ്ടല്ല കേൾക്കണത്. നിങ്ങളെവിടെ കൊണ്ട് ഇരുത്തിയത് ഭഗവാന്റെ സങ്കല്പം, അതുകൊണ്ട് വന്നിരുന്നു. അത്രേ ഉള്ളൂ. അതാണ് സത്യം. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അതാണ് സത്യം. നമ്മൾ ഭഗവാന്റെ കയ്യിൽ ഉപകരണമാണെന്ന് അറിയാം. ചട്ടുകാണോ പായസം ഉണ്ടാക്കണത്? ആണോ? പായസം ഉണ്ടാക്കി നേരെ ആയാലും ആരോടാ പറയാ? ചട്ടുകത്തിനോട് പറയൂ? ചട്ടുകത്തെ സ്റ്റേജിൽ വിളിച്ചു പൊന്നാടണിയിക്കുക, ചട്ടുകമേ വളരെ നന്നായി. ആരും പറയാറില്ല. ദേഹണക്കാരനെയാണ് നമ്മൾ അഭിനന്ദിക്കുക, കാരണം അദ്ദേഹമാണ്. അപ്പൊ ചട്ടുകം ഒരു ഉപകരണം, നമ്മൾ ചട്ടുക ഭഗവാന്റെ കയ്യിൽ. ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെന്തില്ല, ഒന്നിനൊരു പരാതിയില്ല. നന്നായിച്ചാൽ ഭഗവാന്റെ സങ്കല്പം, ചീത്തയിച്ചാൽ ഭഗവാന്റെ സങ്കല്പം. അല്ലാതെ എന്താ അതിലിപ്പോ ദുഃഖിച്ചിട്ടെന്താ? ഭഗവാന്റെ സങ്കല്പമാണത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങ് സൃഷ്ടിച്ചോളൂ, അതൊന്നും നോക്കണ്ട, എങ്ങനെയൊന്നും ചിന്തിക്കണ്ട, സൃഷ്ടിക്കൂ, അങ്ങ് എന്റെ കയ്യിലെ ഉപകരണം. അതങ്ങോട്ട് ബോധിച്ചു. ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യം തന്നെ സൃഷ്ടിച്ചത് അജ്ഞാന വൃത്തികളെയായിരുന്നു. ഈ ഉപദേശം മനസ്സെന്ന് പോയി. കാരണം ഭഗവാൻ ഉപദേശിച്ച് നമുക്കിതുപോലെ സപ്താഹമൊക്കെ കേട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ പണ്ട് ചെയ്ത പ്രവർത്തനം നമ്മൾ ചെയ്യും. ഇപ്പൊ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെയും
എല്ലാവരുടെ നേരം. പിന്നെ ഓർമ്മ വരും, അയ്യോ ഞാൻ ഭാഗവതമൊക്കെ കേട്ടതല്ലേ. ഒരു നിമിഷം പഴയ സ്വഭാവം കാണിക്കും. പിന്നെ ചിലരൊന്ന് ചിന്തിക്കും, തിരുത്താൻ ശ്രമിക്കും. ബ്രഹ്മാവും പഴയ കുറെ കാലമായിട്ട് ഓരോ കൽപ്പത്തിലും ചെയ്തു വന്ന പ്രവൃത്തി അറിയാണ്ട് ഇങ്ങോട്ട് ചെയ്തു പോയി. അങ്ങനെ സൃഷ്ടിച്ചത് ലേശം മോശക്കാരായി. ചിന്ത നന്നല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രവൃത്തി വളരെ മോശമായിരിക്കും. നമ്മുടെ ശുദ്ധ ഹൃദയമാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി നന്നാവും. ചിന്ത മോശമാണെങ്കിലോ ചെയ്യുന്നതൊക്കെ അപകടമായിട്ട് മാറും. ഇപ്പൊ ഉണ്ടായത് കുറച്ച് മോശക്കാരാണ്. അജ്ഞാന വൃത്തികളിൽ നിന്നുണ്ടായത് കൊണ്ട് അന്ധകാരം, ഇരുട്ടാണ് ഉണ്ടായത്. അവരെ കണ്ട സമയത്ത് കഷ്ടം തോന്നി. ഈശ്വര, എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, ഈ സ്വഭാവം ഒന്നുമല്ലോ. ഭഗവാനെ ആശ്രയിച്ചു, ചതുശ്ലോകി ഭാഗവതം ഓർത്തു, നിർമ്മലമായ മനസ്സോടുകൂടി സൃഷ്ടി ചെയ്തു. അപ്പോഴോ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, മിടുക്കന്മാര്. അവരെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്ന് പറഞ്ഞ അർത്ഥം, സൃഷ്ടി എപ്പോഴും എങ്ങനെ വേണം? നല്ല രീതിയിൽ ശുദ്ധമായ മനസ്സോടുകൂടി വേണം. നല്ല സങ്കല്പമാണ് എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി എപ്പോഴും നന്നാവും. അതുകൊണ്ട് ലോകത്തിന് ഉപദ്രവം ഉണ്ടാവില്ല. സനകാദികളോട് ഈ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിയുക വേണ്ടത് പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഭഗവാനെ സേവിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വിവാഹം കഴിച്ച ആ കുട്ടിക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാവുക, എന്തിനാ പ്രതി നാമം ജപിച്ച് കഴിഞ്ഞോളാം, ഞങ്ങൾക്ക് ഭഗവാനെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, വിഷയ വിചാരം ഇല്ല എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പോയി. അവര് വിഷ്ണു ഭഗവാനെ സേവിക്കാനായിട്ട് പുറപ്പെട്ടു. മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരില്ലേ? ഇവിടെ ബ്രഹ്മാവിനും ദേഷ്യം വന്നു. ദേഷ്യത്തെ തൽക്കാലം പിടിച്ചു വെച്ചു, കാരണം അത് പുറമേക്ക് വന്ന മോശമല്ലേ. ദേഷ്യത്തെ അടക്കി വെച്ചു, നെറ്റിയിൽ ഉരുണ്ടുകൂടി പുറമേക്ക് അങ്ങോട്ട് ചാടി. അതാണ് കുമാരോ നീലലോഹിത രുദ്രൻ. രോദനാഥ് രുദ്ര, കരഞ്ഞു വന്നതുകൊണ്ട് രുദ്രൻ എന്ന് പേര്. ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ട വരവന്നെ. ചഞ്ചമേ മയശ്ചമേ പ്രിയഞ്ചമേനു കാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രഞ്ചമേ ശ്രേയശ്ചമേ വസ്യശ്ചമേ യശശ്ചമേ ഭഗശ്ചമേ ദ്രവിണം ചമേ യന്താചമേ ധർത്താചമേ ക്ഷേമശ്ചമേ. എന്താ പറയണത്? ഐശ്വര്യം വേണം, സമ്പത്ത് വേണം, സ്വത്ത് വേണം, പദവി വേണം, പണം വേണം, അങ്ങനെ വേണം മക്കളാണെങ്കിൽ. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ജോലി വേണ്ട, കല്യാണം വേണ്ട, കുട്ടി വേണ്ട, ഒന്നും വേണ്ട, സ്ഥലം വേണ്ട, വീട് വേണ്ട, എന്ത് മതി? കാവ്യ മതി, കാവ്യ കൊണ്ടുകൊടുത്തു സന്യസിക്കുക. അങ്ങനെയായാൽ പിന്നെ അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടുമോ? ഇവിടെ ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വേണം, കുറച്ച് സ്വാർത്ഥതയൊക്കെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ലോകത്ത് ജീവിക്കുക. 11 ഭാഗിച്ചു, 11 രുദ്രന്മാര്. ഓരോരുത്തർക്കും ഓരോ സ്ത്രീകളെ കൽപ്പിച്ചു കൊടുത്തു. എന്താ വേണ്ടു ചോദിച്ചു. നിങ്ങൾ സൃഷ്ടിക്കുക, ധാരാളം സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. പരമശിവൻ സംഹാരമൂർത്തി, അയാൾക്ക് സൃഷ്ടിയൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് കേട്ടില്ലെങ്കിൽ അയാൾക്ക് വിഷമാവും. കുറച്ചു മുമ്പ് ഇപ്പം ഏട്ടന്മാര് സനകാദികൾ അത് കേൾക്കാനായിട്ട് വലിയ ദുഃഖാചനം ഉണ്ടായത്. താൻ കേട്ടില്ലെങ്കിൽ വിഷമാവും, അതുകൊണ്ട് എതിർത്തൊന്നും പറയണ്ട വിചാരിച്ചു. പക്ഷെ നല്ലപോലെ ചെയ്താൽ ഇനിയും ഈ പണി ഏൽപ്പിക്കും. അപ്പൊ എന്താ വഴി? അപകടമായിട്ട് ചെയ്യുന്ന പിന്നെ മേലാൽ ഈ പണി ഏൽപ്പിക്കില്ല. അതുകൊണ്ട് സംഹാരമൂർത്തിയായിട്ടുള്ള ശിവന്റെ സൃഷ്ടി ഭൂതഗണങ്ങളായിരുന്നു. അവരുടെ സ്വഭാവവും പരസ്പരം പിടിച്ചു വിഴുങ്ങല. അപ്പൊ സൃഷ്ടി വർദ്ധിക്കുമോ? പരസ്പരം അങ്ങനെ പിടിച്ചു വിഴുങ്ങിയാൽ ഉച്ചയ്ക്ക് ബ്രഹ്മാവ് പോയി നോക്കുമ്പോൾ ലക്ഷക്കണക്കിനുണ്ട് ഭൂതഗണങ്ങൾ. അപ്പം രാത്രിയാകുമ്പോഴേക്കും കൂടി വരും എന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒരു 6 മണിക്ക് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഒറ്റയാളെ ബാക്കിയുള്ളൂ. ചോദിച്ചു, ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? പിടിച്ചു വിഴുങ്ങാണ്. അങ്ങനെ വിഴുങ്ങി അവസാനം ഇയാളെ വിഴുങ്ങാൻ ആളില്ല, അതുകൊണ്ട് നിൽക്കാൻ ഒരുത്തം ബാക്കി. ഈ സ്വഭാവമാണെങ്കിൽ എങ്ങനെ നേരെയും? മതി, സൃഷ്ടിയൊക്കെ നിർത്തി പോവുക, ഏകാന്തത്തിൽ ഇരുന്ന് തപസ് ചെയ്ത് ഹൃദയം ശുദ്ധാക്കുമെന്ന് പറഞ്ഞപ്പം പരമശിവൻ സന്തോഷം എന്ന് പറഞ്ഞ് നേരെ കൈലാസത്ത് പോയി അവിടെ അങ്ങനെ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുകയാണ് പരമശിവൻ. സൃഷ്ടി ഇപ്പോഴും നേരെയായില്ല. താൻ തന്നെ സൃഷ്ടിക്കണം. താൻ സൃഷ്ടിച്ചത് വേറൊന്നിനെ സൃഷ്ടിക്കണില്ല. അങ്ങനെയായാലേ ഫ്രീ ആവുള്ളൂ. അദ്ദേഹം മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, ദക്ഷൻ, പത്താമനായി നാരദൻ, ഇത്രയും പേരെ സൃഷ്ടിച്ചു മനസ്സുകൊണ്ട്. എന്നിട്ടും വേണ്ടതുപോലെ ആവണില്ല. സ്ത്രീയും പുരുഷനും ഉണ്ടായിട്ടില്ല ഇപ്പോഴും. അങ്ങനെ ഭഗവാനെ ചിന്തിച്ചു. ബ്രഹ്മാവ് 2ആയിട്ട് മാറി. ഒന്ന് സ്ത്രീ, ഒന്ന് പുരുഷൻ. 2 പേർക്ക് തുല്യ പ്രാധാന്യം. എന്താ എടുത്തു പറഞ്ഞത്? അജല് പറയാറുണ്ട്, നമ്മുടെ സംസ്കാരത്തില് പുരുഷനാണ് പ്രാധാന്യം എപ്പോഴും, സ്ത്രീക്ക് എപ്പോഴും 2ാമത്. ആര് പറഞ്ഞു? ആരാ അങ്ങനെയൊക്കെ പറയണത്? എവിടെയാ അങ്ങനെയുള്ളത്? പറഞ്ഞിരും. അങ്ങനെ പറയണില്ല. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ചില അങ്ങനെ പറയാറുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ലേ പറഞ്ഞത്. അത് പുസ്തകം വായിക്കാത്തോണ്ടാണ്. അതിന് മുമ്പുള്ള ശ്ലോകം അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകം ഒന്നും കേൾക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് മാത്രം എടുത്ത് പറഞ്ഞ അർത്ഥം അറിയില്ല, സംസ്കൃതം ഇഷ്ടമില്ല, അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട്. അങ്ങനെയല്ല പറഞ്ഞത്. അതിൽ തന്നെ അടുത്ത വരി എന്താണ്? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദൈവതാഹ. എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, അവിടെ ഐശ്വര്യ ദേവതകൾ നൃത്തം വയ്ക്കും. എന്താണ്? ലക്ഷ്മി വിളയാടും. സ്ത്രീകളെ അനാദരിക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നില്ലെങ്കിൽ അവിടെ ദുരിതമാണ്. സ്ത്രീകൾക്ക് എപ്പോഴും കുറച്ചധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ ഈ സംസ്കാരം. അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഇല്ല പറയണില്ല.
അതാണ് ഹിന്ദു സംസ്കാരത്തിന് വന്ന ചെറിയൊരു പ്രശ്നം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല, അവർ പുസ്തകം വായിക്കേണ്ട, സ്കൂളിൽ പോകേണ്ട പറഞ്ഞ് മാറ്റി നിർത്തി. അത് മാത്രമല്ല, വർണ്ണവ്യവസ്ഥയെ ജാതി വ്യവസ്ഥയായിട്ട് തെറ്റിദ്ധരിച്ചു. ജാതിയും വർണ്ണവും ഒന്നായിട്ട് പറഞ്ഞു. ഇത് രണ്ടുമാണ് ഇടയ്ക്കൊന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം. ഇപ്പം വീണ്ടും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ സ്ത്രീകൾ വായിക്കുന്നില്ല. ഭാഗവതം കൂടുതലും വായിക്കാൻ കേൾക്കാൻ വരുന്നത് ആരാ? പുരുഷന്മാർ എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ എന്നല്ല, എവിടെ പോയാലും സ്ത്രീകൾ തന്നെയാണ് ഇത് കേൾക്കാനും ഇതിനെ ഉത്സാഹിക്കാനും ഉള്ളത്. അത് മാറുന്നുണ്ട്. പറഞ്ഞ അർത്ഥം സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം. തേങ്ങ ഇങ്ങോട്ട് മുറിച്ചു. ഏത് മുറി ആദ്യം ഉണ്ടായത്? ഏത് മുറി? ഇതുപോലെ ബ്രഹ്മാവ് അങ്ങോട്ട് രണ്ടായി. സ്ത്രീയും പുരുഷനും ഒരുമിച്ച്. ഇന്ന മുറി എന്ന് പറയാൻ വയ്യ, രണ്ടും ഒരുമിച്ചാണ്. സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യം. ഇടയ്ക്കൊക്കെ സ്ത്രീക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ നഖലു കുശലഃ സ്പന്ദിതുമപി. ആചാര്യസ്വാമികൾ പറയാ, ശിവന് ശക്തി ഇല്ലെങ്കിൽ അനങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആർക്കാ കേമത്വം? ആർക്കാ കേമത്വം? ശക്തിക്കാണ്, സ്ത്രീക്കാണ് എപ്പോഴും പ്രാധാന്യം. കാരണം പുരുഷന് സ്ത്രീ ഇല്ലെങ്കിൽ സ്ത്രീക്ക് പൂർണ്ണത ഉണ്ട്, അതിനൊരു കുറവുമില്ല. കുറവുണ്ട് തോന്നുന്നത് ആർക്കാ? പുരുഷനാ. പുരുഷനാണ് സ്ത്രീ വേണം നിർബന്ധം, സ്ത്രീക്ക് പുരുഷൻ വേണമെന്ന് നിർബന്ധമില്ല. അത് ലോകത്തന്നെ നമ്മൾ കാണാറുണ്ട്. അധികം പെണ്ണ് കാണാൻ പോവുക ചെയ്യുക. എന്താണ്? ആണിനാണ് ആവശ്യം, പുരുഷനാണ് സ്ത്രീ വേണം എന്നുള്ള വിചാരം. സ്ത്രീക്ക് ഇപ്പം പുരുഷനില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല അമ്മമാരും പറഞ്ഞു, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ പറയാറുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും മൂപ്പര് പോയിട്ട് ഞാൻ പോണ തന്നെയാ നല്ലത്. എന്താണ്? എവിടെ പോണ കാര്യ? ആ, ക്രൂരത കൊണ്ട് പറയില്ല. മൂപ്പരില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാനില്ലെങ്കിൽ മൂപ്പരുടെ കാര്യം കഷ്ട. സ്നേഹം കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ അറിയാം, കാരണം താനില്ലെങ്കിൽ. പക്ഷെ പുരുഷനില്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും വരില്ല. പക്ഷെ സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷന്റെ കഥ കഴിഞ്ഞു, തീർന്നു. അപ്പോഴും പ്രാധാന്യം ആർക്കാ? പണ്ട് രമണ മഹർഷിയോട് ചോദിച്ചു, ഷീ ആണോ ഹീ ആണോ, ആർക്കാ കേമത്വം കൂടുതൽ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം? ഷീക്ക് തന്നെ. ഷീല് ഹീ ഉണ്ട്, ഹീല് ഷീ ഇല്ല. എന്താണ് എന്താ പറഞ്ഞത്? ഷീല് ഹീ ഉണ്ട്, എസ് അങ്ങോട്ട് മായച്ചാൽ ഹീ ബാക്കി ഉണ്ടല്ലോ. ഷീന്ന് എഴുതെങ്ങനെയാ? SHE. അതിലെ എസ് അങ്ങോട്ട് പോക്കിയാൽ ഹീ ഉണ്ട്. ഇപ്പൊ ഷീല് ഹീ ഉണ്ട്, ഹീലോ എസ് ചേർക്കണം, അപ്പോഴേ ഷീ ആവുള്ളൂ. പുരുഷന് സ്ത്രീ കൂടി വന്നാലേ പൂർണ്ണാവുള്ളൂ. പക്ഷെ സ്ത്രീക്ക് പുരുഷനില്ലെങ്കിലും പൂർണ്ണമാണ്. ഒരു കുറവും ആർക്കില്ല, സ്ത്രീക്കില്ല. അതാണ് മാതൃദേവോ ഭവ. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ പിതൃദേവോ ഭവ. അച്ഛനെ ആദ്യം നമസ്കരിക്കുക, അല്ല അമ്മയെ ആദ്യം നമസ്കരിക്കുക. അമ്മയാണ് മുഖ്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആര്? അച്ഛൻ. അപ്പോഴും ആർക്ക് പ്രാധാന്യം കൊടുത്തു? ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 സ്ത്രീക്ക്. ആര് പറഞ്ഞു? ഇടക്കാലത്ത് അങ്ങനെയൊക്കെ വന്നവരുടെ വൈദിക സംസ്കാരത്തിൽ അങ്ങനെയല്ല. വേദമന്ത്രങ്ങളായി ഇപ്പൊ പറഞ്ഞതൊക്കെ, അതിലൊക്കെ എപ്പോഴും സ്ത്രീക്ക് മുൻഗണനയാണ് ആദ്യം. ശ്രീമാത്രേ നമ ആദ്യം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി, തുടക്കം തന്നെ അമ്മയെ പറഞ്ഞുകൊണ്ടല്ലേ. ഇതാണ്. എന്നാൽ ഇവിടെ രണ്ടുപേരും ഒരുമിച്ചുണ്ടായി, പുരുഷനും സ്ത്രീയും. ആദ്യത്തെ പുരുഷൻ സ്വയംഭൂ മനു, സ്ത്രീയുടെ പേര് ശതരൂപ. സന്തോഷമായി ബ്രഹ്മാവിന്. അവർ ചോദിച്ചു, അച്ഛാ ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ ഇനി സൃഷ്ടി വർദ്ധിപ്പിക്കുക, കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആയിട്ട് കഴിയുക. മൈഥുന സൃഷ്ടി, സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള സൃഷ്ടി അങ്ങനെയാണ് ആരംഭിച്ചത്. ഈ മനുവിന്റെ വംശത്തിൽപ്പെട്ടവരാണ് നമ്മളെയൊക്കെ എന്ത് പറയുന്നത്? മാൻ, മനുഷ്യൻ എന്നൊക്കെ പറയാൻ കാരണം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ പറ്റില്ല, ഞങ്ങൾക്കൊന്ന് മാറി താമസിക്കണം, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. പണ്ടേ സൂക്കട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫ്ലാറ്റ് എടുത്ത് തൃശ്ശൂർക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് താമസിക്കും. ബ്രഹ്മാവ് പറഞ്ഞു, അതന്നെയാ നല്ലത്, ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് ഒരു താക്കോല് കൊടുത്തു, ഭൂമിയുടെ താക്കോല്. അതാണ് ഫ്ലാറ്റ്, ഭൂമി, മനുഷ്യർക്ക് താമസിക്കാൻ. അങ്ങനെ സ്വയംഭൂമനുവും ശതരൂപയും കൂടി ഭൂമി അന്വേഷിച്ചു വന്നപ്പോൾ ഭൂമി കാണാനില്ല. ഭൂമി എവിടെ പോയി? ജലം മാത്രമേ ഉള്ളൂ, ഭൂമി കാണുന്നില്ല. ദുഃഖിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഭൂമി കാണുന്നില്ല പറഞ്ഞു. ബ്രഹ്മാവ് വിചാരിച്ചത് എവിടെ പോയി? ഒന്ന് നേരെയാക്കുമ്പോഴേക്ക് അടുത്തത് പോയി. ഈ ഭൂമി എവിടെ പോയി എന്ന് ആലോചിച്ച് അങ്ങോട്ട് സങ്കടപ്പെട്ടു. ഭഗവാനെ, അങ്ങല്ലാണ്ട് എനിക്ക് ആശ്രയമില്ലല്ലോ, അങ്ങ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിപ്പോ ഈ സൃഷ്ടിക്ക് പുറപ്പെട്ടത്. അങ്ങ് കൈയൊഴിയാണെങ്കിൽ. അതങ്ങോട്ട് വിചാരിച്ചതും ശ്വാസം വലിച്ചു പുറമേക്ക് വരുന്ന സമയത്ത് വരാഹമായിട്ട് ആര് വന്നു? ഭഗവാൻ. യജ്ഞവരാഹമൂർത്തിയായിട്ട് ബ്രഹ്മാവെ, എന്നെ ചിന്തിച്ച ഞാൻ സഹായിക്കേണ്ടിരിക്കുവോ? മൂക്കിലൂടെ വന്നു എന്ന് പറഞ്ഞ അർത്ഥം ശ്വാസം വലിച്ച ശ്വാസം പുറമേക്ക് വരുമ്പോഴേക്ക് ആര് വന്നു? ഒന്ന് ആശ്രയിച്ചാൽ പോരെ, ഞാൻ വരാണ്ടിരിക്കുവോ എന്ന് പറഞ്ഞ ഭഗവാൻ ആ മൂക്കിലൂടെ പുറമേക്ക് വരാഹ തോകോ നിരകാതം ഗുഷ്ട പരിമാണക, ഒരു കുട്ടി വരാഹമായിട്ട് പുറമേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് വലുതായി. ഗജമാത്ര പ്രവൃദ്ധേ, ആനയുടെ അത്ര വലുപ്പം. പിന്നെ പർവ്വതാകാരമായിട്ട് മാറി. തന്റെ തല്ലങ്ങോട്ട് കുലുക്കി വാല് പൊന്തിച്ചെടുത്തങ്ങോട്ട് ചാടി ആ കാരണജലത്തിൽ തന്റെ തേറ്റമേൽ ആ വരാഹം
ഭൂമിയെ ഉയർത്തി വരുന്ന സമയത്ത് ഒരു അസുരൻ വന്ന് പറഞ്ഞു തുടരുത് എന്റെ ഭൂമിയെന്ന് പറഞ്ഞു. ഒരൊറ്റ അടിയും കൊണ്ട് കൊടുത്തു അസുരന്. അയാളുടെ കഥ കഴിഞ്ഞു. അങ്ങനെ ഭൂമിയെ ഉയർത്തി രക്ഷിച്ചു യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, എന്താ ഈ കഥ, എനിക്ക് മനസ്സിലായില്ല. ആരാ അസുരൻ? പറയാം, കശ്യപന്റെ മക്കളിൽ ഒരാളാ. 2 മക്കള്, ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്യപു. ആരുണ്ടായതാ? ദിതിയിലുണ്ടായതാ. കശ്യപർക്ക് കുറെ ഭാര്യമാരുണ്ട്. 2 ഭാര്യമാരെ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. ഒന്ന് ദിതി, ഒന്ന് അതിഥി. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാര്, അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാര്. ആദിത്യന്മാരെ നമ്മൾ ദേവന്മാർ എന്ന് പറയും, ദൈത്യന്മാരെ നമ്മൾ അസുരന്മാർ എന്ന് പറയും. 2 പേരും ഒരച്ഛന്റെ മക്കളാണ്, എഴുത്തിനീതി മക്കളാണ്. പക്ഷെ എന്നും പ്രശ്നമാണ്. ഇത് കണ്ടിരിക്കലാണ് കശ്യപന്റെ പണി. ഇടപെടില്ല, വലിയ കാര്യം അത്. ഇടപെടാണ്ടിരിക്കുക പറഞ്ഞ വലിയ ഗുണം. നമ്മൾ വിചാരിക്കുന്നത് ഇടപെടുന്നതാണ് വലിയ ഗുണം എന്ന് വിചാരിക്കുക. അല്ല, പലതും ഇവിടെ നടക്കുമ്പോഴത് മനസ്സിനെ ലേശം പോലും ചലിപ്പിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ മഹാത്മാവാ. ഇടപെടാണ്ടിരിക്കുക, കണ്ടിരിക്കും മക്കൾ തമ്മിൽ തരേണ്ടത്. അവരുടെ പ്രാരബ്ധം അവരനുഭവിക്കുന്നു. ഞാനിതിലൊന്നും. ഇതാണ് ആര്? ഇതാണ് പശ്യകൻ. അത് തിരിച്ചു പറഞ്ഞാൽ കശ്യപൻ, കാണുന്നവൻ, സാക്ഷിയായിട്ടിരിക്കുന്നവൻ. ഉള്ളിൽ നടക്കുകയാണ് ചിന്തകളെ, നല്ലത് ചെയ്തത്. 2 ചിന്ത ഉണ്ടാവും ഇല്ലേ? സത്താത്തിന് വരണോ, വീട്ടിൽ പോകണോ, വീട്ടിലാച്ച വിരുന്നുകാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോയാലോ? ചൂടത്തുനിന്നെ പഠിക്കണോ, വീട്ടിൽ പോയാലോ? ഉള്ളു പറയാല്ല, സത്താഹം കേൾക്കണത് 7 ഉണ്ടാവുള്ളൂ. 2 ചിന്ത ഒരാൾക്ക് വരണില്ലേ? അതെ, ആർക്കാ വരുന്നത്? കശ്യപന്. ആരെ 2 ചിന്തകള്? അസുരന്മാരും ദേവന്മാരും മത്സരിക്കുകയാണ്. ചിലപ്പോൾ വീട്ടിൽ പോയിരിക്കും. ആര് ജയിച്ചു? അസുരന്മാർ ജയിച്ചു ആ യുദ്ധത്തിൽ. ചിലര് ചൂടാണെങ്കിൽ ഇരുന്ന് കേൾക്കും ഞാൻ. ആര് ജയിച്ചു? യുദ്ധത്തില്? ദേവന്മാര്. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആരിടപെടില്ല? ഉള്ളിലുള്ള അന്തര്യാമി ഇടപെടുക? കശ്യപൻ ഇടപെടുക? കേട്ടാൽ അതിന്റെ ഫലം തരും. വീട്ടിൽ പോരുന്ന അതിന്റെ ഫലം തരും. ഫലം എന്നുള്ളതൊക്കെ പേര് ചിന്തിക്കുക. അതിപ്പോ സുഖാണോ, ദുഃഖാണോ, ക്ലേശാണോ എന്നൊക്കെ അത് വേറെ വിഷയം. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വർണ്ണിക്കുന്നത്. ഒരിക്കൽ കശ്യപ പ്രജാപതി ദിതിയുടെ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ സന്ധ്യാസമയമാണ്. അദ്ദേഹം തർപ്പിക്കാനായിട്ട് പോവുക. ഗായത്രി ജപിക്കണ്ടേ? അതിനുവേണ്ടി പുറപ്പെട്ടപ്പോൾ ഇവള് പറഞ്ഞു, മറ്റുള്ള സഹോദരിമാർക്കൊക്കെ, അങ്ങയുടെ പത്നിമാർക്കൊക്കെ കുട്ടികളുണ്ട്, എനിക്ക് മാത്രം കുട്ടിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിനിപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പം സന്ധ്യാസമയമാണ്, നാമം ജപിക്കേണ്ട സമയമാണ്. സൃഷ്ടിയുണ്ടോ വിഷയം? എന്താ വിഷയം? സൃഷ്ടി. തുടക്കം തന്നെ പറയണം. പുത്രോത്പാദനം മുതൽ അങ്ങോട്ട് പറയും, ഈ മരണം വരെ. ഇതാണ് ഭാഗവതര രീതി. ജനനം മുതൽ മരണം വരെ പറഞ്ഞു. പരീക്ഷത്തിന്റെ മുക്തിക്കാണ് ഏറ്റവും അവസാനം. ഇപ്പൊ ജനനം വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സൃഷ്ടി ഉണ്ടാവേണ്ടത്, എങ്ങനെ പാടില്ല എന്നുള്ളത് വർണ്ണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സന്ധ്യാസമയമാണ്, രജോ ഗുണം തമോ ഗുണം കൂടി നിൽക്കുന്ന സമയമാണ്. പ്രകൃതിക്ക് തന്നെ ആകെ ഒരു മുഷിപ്പ് തോന്നുന്ന സമയമാണ്. ഈ സമയത്ത് ഈ ചിന്ത പാടില്ല, നാമം ജപിച്ചിരിക്കുക. അതാ വേണ്ടത്. ഞാൻ തർപ്പിക്കാനായിട്ട് പോട്ടെ, ഗായത്രി ജപിക്കട്ടെ. അവൾ നിർബന്ധിച്ചു. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഭഗവാന്റെ സങ്കല്പം താൻ ചട്ടുകം. എന്താണ്? മഹാത്മാക്കൾക്ക് അങ്ങനെ മതി. താൻ ചട്ടുകം, ഭഗവാന്റെ സങ്കല്പം അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ ഭാര്യാഗമനം, പുത്രോത്പാദനം ചെയ്തു. അതങ്ങോട്ട് കഴിഞ്ഞപ്പോ ദിതിക്കാകെ ഒരു വിഷമം. ഞാൻ അങ്ങയെ നിർബന്ധിച്ചത് മോശമായി പോയില്ലേ? ഈ സന്ധ്യാസമയത്ത് നമുക്കിനി ഉണ്ടാവുന്ന കുട്ടികൾ മോശക്കാരാവോ ചോദിച്ചു. അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, പലതവണ എന്നോട് പറഞ്ഞതാ, നീ കൂട്ടാക്കായിട്ടാണ്. അതുകൊണ്ട് നിനക്ക് ഉണ്ടാവുന്ന കുട്ടി 2 പേരുണ്ടാവും, ഒന്നല്ല 2 പേരുണ്ടാവും. 2 പേരും ലോക ഭയങ്കരന്മാരായിട്ട് മാറും. ആ 2 പേരെയും ഭഗവാൻ വന്നു കൊല്ലും. ഇത്രയും കേട്ടപ്പോൾ അവള് ചോദിച്ചിട്ട് വരാണോ ശാപാണ്? എനിക്കൊരു ഉണ്ണി ഉണ്ടാവണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് പറഞ്ഞു 2 പേരുണ്ടാവും. നല്ല കാര്യമില്ലേ? ഈശ്വരന്റെ കൈകൊണ്ട് ചാവ് പറഞ്ഞാൽ അത് മുക്തിയാണ്, മരിക്കാന്നല്ല പറയും, സന്തോഷം എന്ന് പറഞ്ഞു. അവളുടെ ഈ ഒരു മനോഭാവം കണ്ടപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ മനോഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടിക്കണ്ട, നടക്കേണ്ടത് നടന്നല്ലേ പറ്റൂ. നമ്മുടെ 2 കുട്ടികളിൽ ഒരു ഉണ്ണിയുടെ ഉണ്ണി ഹിരണ്യകശിപുവിന്റെ മകൻ. അയാളെ ഉദ്ദേശിച്ചത് ആരാത്? പ്രഹ്ലാദൻ. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ട. മഹാത്മാവായിട്ട് മാറും, വലിയ ഭക്തനായിട്ട് മാറും. ആ ഉണ്ണി കാരണം നമ്മുടെ തലമുറ പ്രഹ്ലാദന്റെ മുമ്പും പിമ്പും അങ്ങോട്ട് ശുദ്ധാവും. മതിലിന്റെ മോള് വിളക്കത്തിച്ച് അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് കിട്ടും. 2 കൂട്ടർക്കും വെളിച്ചം കിട്ടും. ഇതുപോലെ ഈ പ്രഹ്ലാദൻ കാരണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാവർക്കും വെളിച്ചം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഏതായാലും ഉണ്ടാവുന്ന കുട്ടി മോശക്കാരാവല്ലോ എന്ന് കരുതി അവിടെ പേടിച്ചു. കുറച്ചു കാലം ആ ഗർഭത്തെ ഉള്ളിൽ വെച്ചു. അപ്പൊ ചോദിച്ചു, ആരാ ഈ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു? അവർക്കൊരു പൂർവ്വജന്മുണ്ട്. അവർ ജൈവജയന്മാരായിരുന്നു, ഭഗവാന്റെ കാവൽക്കാര വൈകുണ്ഠത്തിലെ. എന്ത് പറ്റി? സനകാദികൾ ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ തടഞ്ഞു. ഭക്തിയോടുകൂടി വരുന്ന നിഷ്കളങ്ക മനസ്സുള്ളവരെ തടയാൻ പാടും. അവർ തടഞ്ഞു അഹങ്കാരം കൊണ്ടേ. സനകാദികളൊന്നും നോക്കിയപ്പോൾ മനസ്സിലായി, ഉള്ളിൽ ലേശം കളങ്കണ്ട്. ഇവർ ഈ വൈകുണ്ഠത്തിലെത്താനായിട്ടില്ല. അതുകൊണ്ട് ഒന്ന് പോയിട്ട് ആ വാസന തീരട്ടെ. ഉള്ളിൽ തർക്കിക്കാനും യുദ്ധം ചെയ്യാനൊക്കെ ഉള്ള വാസന ഉണ്ട്. അങ്ങനെ വൈകുണ്ഠത്ത് പോയ വൈകുണ്ഠത്തിൽ യുദ്ധക്കളാക്കി മാറ്റിയവര്. അതുകൊണ്ട് അതങ്ങോട്ട് തീരട്ടെ. ആസുരന്മാരായിട്ട് ജനിച്ചത് അങ്ങോട്ട് തീർന്നോണ്ട് ആ വാസന ഇങ്ങോട്ട് തീരട്ടെ എന്ന് കരുതി അവര് ശപിച്ചു എന്നോ അനുഗ്രഹിച്ചു എന്നോ എന്താ പറയണ്ടു.
എന്തായാലും അങ്ങനെ അസുരന്മാരാവട്ടെ എന്ന് ശപിച്ചു. അതിന്റെ പേരിലാണ് അവര് അസുരന്മാരായത്. ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചീത്ത പറയാൻ നല്ലത്. എന്താണ് ചീത്ത വിളിക്കുക? അങ്ങനെയാണെന്ന് വെച്ചാൽ 3 ജന്മേ വേണ്ടി വരുള്ളൂ. തീവ്രത കൂടും. മനസ്സിൽ എന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റും ചീത്ത വിളിക്കുമ്പോൾ. നമുക്ക് ശത്രുക്കളല്ലേ കൂടുതൽ ഇഷ്ടം, അല്ലേ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ അല്ല, മനസ്സിൽ വെക്കുക ആരെയാ, അതാ ചോദ്യം. അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇഷ്ടം അനിഷ്ടം വേറെ വിഷയം. എപ്പോഴും നമ്മൾ മനസ്സിൽ നോക്കുന്നത് ആരെയാ? ആരുടെ സ്റ്റാറ്റസാ കൂടുതൽ നോക്കുക മൊബൈൽ എടുത്താൽ? പുതിയ ആൾക്കാരുടെ പറഞ്ഞാൽ മനസ്സിലാവും. ആരെയും നമ്മൾ എന്നും ശ്രദ്ധിക്കണതോ? ശത്രുവിനെയോ മിത്രത്തെയോ? മിത്രത്തെയോ നമ്മൾ ഹാപ്പി വിഷു പറയാൻ മറന്നു. ശ്രദ്ധിക്കണം. മറ്റാളെ നോക്കി നിൽക്കും, എല്ലാം കെട്ടാ പോണത്. ശത്രുവിനെയാണ് എപ്പോഴും ഓർക്കുക. ഭഗവാൻ ഇതേപോലെ എന്നെ എപ്പോഴും ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അത് ഏത് ഭാവായാലും കുഴപ്പമില്ല. ഗോപ്യഹ കാമാത് ഭയാത് കംസഹ. പേടിച്ചോളൂ, ഭഗവാനെ പേടിച്ചോളൂ. കാമം, ഭഗവാനെ കാമിച്ചോളൂ. തെറി വിളിക്കണം, ഭഗവാനെ വിളിച്ചോളൂ. എന്ത് വികാരമാണെങ്കിലും ഭഗവാന്റെ നേരെ അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ അതെന്തായി മാത്രം ഭഗവാൻ അതിനെ അങ്ങോട്ട് ശുദ്ധാക്കും. അതിനെ ഭക്തിയാക്കി മാറ്റാനുള്ള വിദ്യ ഭഗവാൻ അറിയാതെ ചെയ്തോളൂ. ഏതെങ്കിലും ഒരു ഭാവം വേണം. ഇവരെ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു. അവര് പറഞ്ഞു, ഭഗവാനെ വേഗത്തണം, ചീത്ത വിളിക്കാൻ കുഴപ്പമില്ല. അങ്ങനെയാണ് അവര് 3 ജന്മം വേണ്ടി വന്നു. ജൈവജയന്മാര് 3 ജന്മം. ഒന്ന് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അടുത്ത ജന്മം രാവണൻ, കുംഭകർണൻ, പിന്നെ അടുത്ത ജന്മം ശിശുപാലൻ, ദന്തഭക്തൻ. അതോടുകൂടി അവർക്ക് മുക്തിയുണ്ടായത്. ഉള്ളിലുള്ള വിഷയവാസന അങ്ങോട്ട് തീർന്നു, ഹൃദയം ശുദ്ധായി. അതിലെ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപുവിന്റെ കഥ പിന്നെ കേൾക്കാം. ഹിരണ്യാക്ഷന്റെ കഥ നല്ല കൈക്കരുത്തുണ്ട്. തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നോക്കി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഇയാളുടെ അഹങ്കാരം തീർക്കണ്ടേ? വരുണം പറഞ്ഞു, തനിക്ക് പറ്റൊരാളുണ്ട്, വിഷ്ണു. ആരാണ്? വിഷ്ണു ഭഗവാൻ. നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് എന്റെ കൂടെ യുദ്ധത്തിന് വരെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വിഷ്ണു ഭഗവാനാണ് തനിക്ക് പറ്റുക യുദ്ധത്തിന്. എവിടുന്ന വിഷ്ണു ഭഗവാനെ കിട്ടുക? നല്ലൊരാളെടുത്തെത്തി, നല്ലൊരു ഗുരുനാഥനെ കിട്ടി, അദ്ദേഹം ഭഗവാനെ കൊണ്ടെത്തിക്കും. നാരദരോടാ ചോദിച്ചതേ. നാരദ പറഞ്ഞ വഴിയുണ്ട്. തനിക്ക് പറ്റിയ വഴി എന്താ? ചിലപ്പോൾ ഭാഗവതം വായിക്കാൻ പറഞ്ഞാൽ ഹിരണ്യാക്ഷന് പറ്റും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് കൈക്കരുത്ത് രജോ ഗുണാണ് കൂടെ. ഒരു കാര്യം ചെയ്യൂ, ഭഗവാൻ 2 ഭാര്യമാരാ, ഭൂമി, ലക്ഷ്മി. ലക്ഷ്മി ഞാനും കണ്ടിട്ടില്ല. ഭൂമി താൻ നിൽക്കുന്നത് ഭൂമിയിലാ. അതുകൊണ്ട് നാരായണ നാരായണ അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞ അർത്ഥം, ഭൂമിയെ നീ കൊണ്ടുപോകാൻ പിന്നാലെ ആര് വരും? ഭാര്യയെ തട്ടിക്കൊണ്ടുപോയാൽ ഭർത്താവ് അന്വേഷിച്ചു വരുമോ? പോയി കിട്ടി, സന്തോഷം. അങ്ങനെ വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കില്ലെങ്കിൽ വരും. അതങ്ങോട്ട് കേട്ടതും നാരദരെ, ഇത് ഭഗവാന്റെ ഭൂമിയൊന്നുമല്ല, എന്റെ ഭൂമിയാണ്. ഈ ഭൂമി ആരുടെയാ? എന്റെ. ഹിരണ്യാക്ഷ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഹിരണ്യം എന്ന് പറഞ്ഞ സ്വർണം എന്നർത്ഥം. അക്ഷി പറഞ്ഞ കണ്ണ്. സ്വർണത്തിൽ കണ്ടുവച്ചവൻ, ഭൗതിക നേട്ടം മാത്രം ആഗ്രഹിച്ച് സഞ്ചരിക്കുന്നവൻ. എന്ത് പണി ചെയ്യുമ്പോഴും തന്റെ കീശ നിറയണം എന്നുള്ള വിചാരം. തനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ അത് മാത്രം ചിന്തിക്കുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യും. ഈ സ്വഭാവക്കാരാണെന്ത്? ഹിരണ്യാക്ഷന്മാര്. അല്ലെങ്കിൽ വേറെന്തൊക്കെ പേരുണ്ട്, ഈ പേരിടണോ? ആ ചിന്ത ഉള്ളവർക്ക് ഇതൊക്കെ എന്റെ എന്നുള്ള വിചാരം. ഈ ഭൂമി എന്റെ വേലി ഇങ്ങോട്ട് കെട്ടും, അങ്ങോട്ട് മാറ്റി കെട്ടും, ഇത്രയും കൂടി ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ഭൂമി എന്റെ എന്നുള്ള വിചാരം. ഇവരാണ് ഹിരണ്യാക്ഷന്മാര്. ഒക്കെ എന്റെ, എന്തെന്റെ. ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ പോവും. ഇതൊക്കെ ഭഗവാന്റെയാണ്. എന്റെ ഭൂമിയാന്ന് പറഞ്ഞ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി കാരണജലത്തിലേക്ക്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ കഥ. സ്വയംഭൂ മനുഷ്യരൂപയും കൂടി ഭൂമി അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടില്ല. തിരിച്ചു വന്നു. ബ്രഹ്മാവ് വിഷമിച്ചു, ഭഗവാനെ ആശ്രയിച്ചു. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം. നാസികാദ്വാരത്തിലൂടെ വരാഹമൂർത്തിയായിട്ട് വന്നു. വെറും വരാഹം കേട്ടോ, യജ്ഞവരാഹമൂർത്തി. എന്താണ് യജ്ഞവരാഹം? യജ്ഞം എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ പറഞ്ഞു. എന്താർത്ഥം? ലോകനന്മ. ലോകനന്മ ചെയ്യാനായിക്കൊണ്ട്, ഭൂമിയെ രക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ. ലോകവിഷയങ്ങളുടെ പിന്നാലെ പോയി ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് മാത്രം താല്പര്യം വെച്ച് അങ്ങനെയുള്ള ഹിരണ്യാക്ഷന്മാരെ ഇല്ലാണ്ടിയാക്കാൻ ആരവതരിച്ചു? ഭഗവാൻ അവതരിച്ചു. തന്റെ തേറ്റമേൽ ആ ഭൂമിയെ കൊണ്ടുവരുന്ന സമയത്ത് ഹിരണ്യാക്ഷം വന്നു പറഞ്ഞു, എന്റെ ഭൂമിയാന്ന് പറഞ്ഞു. നാരദർ കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ. ഇയാളാണോ ഭഗവാൻ? ഭഗവാൻ എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലെ ഭാവന എന്താ? പഞ്ഞപ്പട്ടുടുത്ത് ഗോപിക്കുരു തൊട്ട് നോക്കിയാണ്. പക്ഷെ രൂപം എങ്ങനെയാ? വരാഹല്ലേ. വന ഗോചര മൃഗ, ഒരു കാട്ട് ഭംഗിയല്ലേ നാരദരെ? ഭഗവാനെ നോക്കി വിളിക്കണം. ഭഗവാനൊന്നും വേണ്ടിയില്ല. ചെയ്യണ പ്രവൃത്തി വൃത്തി ചെയ്യുക നമുക്കുള്ള പാഠാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്റെ ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിക്കുക. മറ്റുള്ളവർ എതിർക്കായിരിക്കും. അദ്ദേഹം കാപട്യം കാണിക്കുകയാണ്, മറ്റുള്ളവരെ പറ്റിക്കാൻ നടക്കുന്നൊക്കെ പറയായിരിക്കും. പറഞ്ഞോട്ടെ, അതൊക്കെ വേറെ വിഷയം. കാട്ട് ഭംഗിന്ന് വിളിച്ചൊന്നും വരാം, വിളിക്കട്ടെ, അതൊക്കെ അവരുടെ കഥ. ആ പറഞ്ഞതിന്റെ പേരിൽ ധർമ്മം ഒഴിവാക്കണ്ട. തന്റെ ധർമ്മം വൃത്തിയിൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഭൂമിയെ ഉദ്ധരിക്കലാണ് വരാഹത്തിന്റെ ധർമ്മം. അത് ചെയ്തു. അങ്ങനെ ഭൂമിയെ ഒരു ഭാഗത്ത് വെച്ച് സംരക്ഷിച്ചു. തിരിച്ചു വന്ന് ഹിരണ്യാക്ഷനോട് തിരിച്ച് മറുപടി പറഞ്ഞു.
താൻ പറഞ്ഞത് ശരിയാ. തന്നെ പോലുള്ള ഈ നായക്കുറുക്കന്മാരെ കൊല്ലാൻ ഈ കാട്ടുപതി ധാരാളം. നായക്കുറുക്കൻ അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ദേഷ്യം വന്നു. പരസ്പരം യുദ്ധമായി. ഹിരണ്യാക്ഷന്റെ സ്വഭാവം നല്ലപോലെ അറിയണ ഭഗവാൻ തന്റെ കയ്യിൽ ചക്രത്തെ സ്മരിച്ചു. സുദർശന ചക്രം, സ്വർണ്ണചക്ര. ഹിരണ്യാക്ഷന്റെ അർത്ഥം എന്താ? സ്വർണത്തിൽ കണ്ണുവെച്ചവൻ. നേരെ കണ്ണങ്ങോട്ട് പോയി. ഭഗവാൻ മുന്നിലുണ്ട്, നോക്കിയില്ല. നേരെ കണ്ണ് ഭൗതിക വിഷയങ്ങളിലേക്ക് പോയി. നമ്മളെ പോലെ തന്നെ ഭഗവാൻ ഉണ്ടെങ്കിലും ചിന്ത നമ്മുടെ മനസ്സങ്ങട്ടാ പോവുക. നേട്ടങ്ങൾ പലതും നേടണം എന്നുള്ള ആഗ്രഹം. അതിലേക്ക് മനസ്സങ്ങട്ട് പോയപ്പോഴോ ഭഗവാൻ ഇതുകൊണ്ട് മരിക്കാറായില്ലടോ, അത് ശിശുപാലനാവുമ്പോൾ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം കൈകൊണ്ട് ഭഗവാൻ തന്റെ കൈകൊണ്ട് കരണക്കുറ്റിക്കൊന്ന് അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹം മലന്നങ്ങോട്ട് വീണു. ഭഗവാനെ പാദാതികേശം കണ്ടുകൊണ്ട് കണ്ണടച്ചത് കൊണ്ട് അദ്ദേഹത്തിന് മുക്തി കിട്ടി. ആർക്ക്? ഹിരണ്യാക്ഷന്. അതാണ് ഹിരണ്യാക്ഷന്റെ മുക്തി. കഥയുടെ താല്പര്യം എത്രയേ ഉള്ളൂ. ഫലശ്രുതിയായിട്ട് പറയുകയാണ്, ഇത് ആരാണോ വായിക്കണത് കേൾക്കണത് അവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും. എന്തിൽ ജയിക്കാൻ? നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ? ഉണ്ട്. എന്ത് യുദ്ധം? ചിലരൊക്കെ പറയാറുണ്ട്, തിരുമേനി ഞാൻ ജീവിതമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുക. അതാ യുദ്ധം. ജീവിതത്തിന്റെ യുദ്ധമാണ്. കുടുംബ ഭരണം വലിയ യുദ്ധമല്ലേ? പ്രാരബ്ധം, അതിനെ ജയിക്കല് പ്രയാസമാണ്. അത് സാധിക്കും ഈ ഭാഗം കേട്ടാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം, യജ്ഞവരാഹത്തെ സ്മരിച്ചാൽ. യജ്ഞം എന്ന് പറഞ്ഞാൽ ലോക നന്മ, മറക്കരുത്. വരാഹം എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥം വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നർത്ഥം. രൂപം നോക്കണ്ട. രൂപം നോക്കിയാൽ നമ്മളെ ക്ലേശിക്കുള്ളൂ. ആ വരാഹത്തിലും ഈശ്വരനെ കാണാൻ സാധിച്ചു ഋഷിമാർക്ക്. അവരെ യജ്ഞത്തെ കണ്ടത്. വരാഹത്തിന്റെ രൂപം കണ്ടപ്പോൾ അവർക്ക് യജ്ഞം ആയിട്ട് തോന്നി. യജ്ഞവരാഹമൂർത്തിയെ അവർ ആരാധിച്ചു. കാണാൻ എങ്ങനെയുണ്ട് നല്ല നമ്മൾ നോക്കേണ്ടത്. ചെയ്യണ പ്രവൃത്തി നോക്കിയിട്ട് വേണം ആദരിക്കാൻ. കാണാൻ സുന്ദരൻ ആരാ? ഹിരണ്യാക്ഷനാ. നല്ല സ്വർണ്ണക്കമ്പലുണ്ട്, കഴുത്ത് നല്ല ചെയിനുണ്ട്, നല്ല ചുരുണ്ട മുടി കണ്ട് കേമത്തൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഹിരണ്യാക്ഷൻ കണ്ട ഹിരണ്യാക്ഷന്റെ ഫാൻസ് ആയിട്ട് മാറും. വരാഹത്തെ ഇഷ്ടപ്പെടില്ല. നമ്മളാളെ വിലയിരുത്താതെ കാണാൻ എങ്ങനെയുണ്ട്, ഇത്ര വലിയ കസവാണ്, കഴുത്തിൽ എത്ര പവൻ മാലയാണ്, എത്ര വലിയ കണ്ണടയാണ്, എന്ത് കേമത്തം നോക്കി വാച്ച് കൊടാ ബാഗൊക്കെ നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തി മാറ്റി വയ്ക്കുക. അല്ല, ചെയ്യണ പ്രവൃത്തി നോക്കണം. ലോകത്തിന് നന്മ ചെയ്യുകയാണെങ്കിൽ അത് യജ്ഞം. അത് നോക്കിയിട്ടാണ് ആദരിക്കേണ്ടത്. അതിപ്പോ ആരാ ചെയ്തത്? കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത വരാഹമാണ് ഭൂമിയെ രക്ഷിച്ചത്, ഉയർത്തിയത്. ഭൂമിയെ അറിയാനുള്ള ശേഷി അത് വരാഹത്തിന് കൂടും. ആണ് വരാഹായിട്ട് വന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനീ വരാഹായി? കാര്യമുണ്ട്. ഇതിലെ ശാസ്ത്രത്തിലൊന്നും വെറുതെ വർണ്ണിക്കില്ല. അല്ലെ ഭഗവാൻ കൃഷ്ണനായിട്ട് വന്ന ഗോവർദ്ധന എടുക്കുന്നവരെടുത്താൽ പോലെ. അല്ല, വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. പന്നിക്ക് എന്താ പ്രത്യേകത? മൂക്ക് താഴത്തേക്കാ, ഭൂമിയോട് ചേർന്നും കൊണ്ടാ. ഭൂമിയുടെ ഗുണം എന്താ? ഭൂമിയുടെ ഗുണം, ഓരോ ഭൂതങ്ങൾക്കും ഗുണങ്ങളുണ്ട്. ആകാശത്തിന് ഗുണമുണ്ട്, അങ്ങനെ ഭൂമിക്ക് ഗുണമുണ്ട്. ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഗന്ധവതി പൃഥ്വി. പുതുമഴ പെയ്യുമ്പോൾ മനസ്സിലാവും, നല്ല ഗന്ധം വരും. അതറിയാനുള്ള ശേഷി ആർക്കാണുള്ളത്? ഗന്ധം അറിയാനുള്ള ശേഷി മനുഷ്യനേക്കാൾ കൂടുതലുള്ളത് പന്നിക്കാൻ. കാരണം അത് ഭൂമിയോട് ചേർന്നുകൊണ്ട് അതിന്റെ ദാസിക. അത് ഭൂമിയോട് ഇടപഴകി ജീവിക്കുന്നത് കാണണം. ചളിക്കൂട്ടിലൊക്കെ അങ്ങനെ കഴിഞ്ഞത് കാണണം. എന്തൊരു സന്തോഷം. നമുക്ക് അത്ര പറ്റില്ല. അതുകൊണ്ട് പ്രകൃതിയോട് അല്ലാതെ ചേർന്നിരിക്കുന്നത് എന്തോ ആയതുകൊണ്ടാണ് ഭഗവാൻ പ്രകൃതിയെ, ഭൂമിയെ അന്വേഷിക്കാൻ വരാഹായിട്ട് വന്നു. അങ്ങനെ തന്റെ തേറ്റമേല വരാഹം ഭൂമിയെ ഉയർത്തി. ഉദ്ധരിക്കുക പറഞ്ഞാൽ, ഉയർത്തുക പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് വർണ്ണിക്കുമ്പോൾ തേറ്റമേല ഉയർത്തി എന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ യജ്ഞം അനുഷ്ഠിച്ചു, ധർമ്മം അനുഷ്ഠിച്ചു, ലോകസേവ, ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെയാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശരീരം വെടിയുന്നതിന് മുമ്പ് ശാന്തി അനുഭവിക്കാം, ശരീരം ഒഴിവാക്കാം. പരീക്ഷത്തെ ഇതാണ് പാഠം. പിന്നെ ലൗകികമായിട്ട് നോക്കിയാൽ ഗൃഹസ്ഥ ജീവിതം ഇങ്ങനെ ആവരുത്. കശ്യപനും നിധിയും കേമന്മാരൊക്കെയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടായ മക്കള് മോശക്കാരാ. എന്താ കാരണം? അത് മേൽപ്പത്തൂർ പറയും, സന്ധ്യാസമയത്തുള്ള കഷ്ടചേഷ്ട കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. നിധിക്ക് ഉള്ളില് കാമവും കശ്യപന് ക്രോധവും ഉണ്ടായ മക്കള് കാമസന്തതി, ക്രോധസന്തതി. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപ്പു, രണ്ടുപേരും ഭീകരന്മാർ. അവരെ കൊണ്ട് ലോകത്തിന് ഉപദ്രവം ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ ആരെ പോലെ ഉണ്ടാവണം മക്കള്? ധ്രുവനെ പോലത്തെ കുട്ടികളുണ്ടാവണം, വേണ്ടേ? കപിലനെ പോലുള്ള കുട്ടികളുണ്ടാവണം. ദാമ്പത്യം എങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത്. നാളെ വർണ്ണിക്കും ദാമ്പത്യം എങ്ങനെ വേണമെന്ന്. കർദമ പ്രജാപതിയുടെയും ദേവഭൂതിയുടെയും ദാമ്പത്യം ഈശ്വര കഥകൾ പറഞ്ഞുകൊണ്ട്, ഭഗവത് കഥകൾ ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞു. ഹൃദയം ശുദ്ധമാക്കി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ കുട്ടികളോ ഭഗവാൻ തന്നെ മകനായിട്ട് വന്നു. അങ്ങനെയുള്ളവരുണ്ടാവട്ടെ. മക്കളുണ്ടായ എങ്ങനെ വളർത്തരുത്, എങ്ങനെ വളർത്തണം? ബ്രഹ്മാവ് തന്റെ മകനെ ലാളിച്ച് വളർത്തി. ഈശ്വര കഥകളൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് വളർത്തി. മോശക്കാരനായിട്ട് മാറി ദക്ഷന്റെ തല തന്നെ പോയി. അടുത്ത കഥ ധ്രുവന്റെ കഥ. സുനീതി അമ്മ ബ്രഹ്മാവിന്റെ അത്ര കേമതൊന്നുമില്ല, എന്നാലും ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഉണ്ണിയെ വളർത്തി വലുതാക്കി ധ്രുവ പദവി അലങ്കരിച്ചു. വലിയ കേമനായിട്ട് മാറിയാല് ധ്രുവൻ. അതല്ലേ വേണ്ടത്? അതുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ കഴിയണം എന്നുള്ളതാണ് ഇപ്പം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാഴത്തിൽ നോക്കിയാൽ മോക്ഷം. ഇനി അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബജീവിതം നല്ലപോലെ ജീവിക്കാൻ സാധിക്കും ഈ ശാസ്ത്രം പഠിച്ചാലിനർത്ഥം. ഇന്നത്തെ പാരായണ പ്രഭാഷണവും വരാഹമൂർത്തിയുടെ പദാരബിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കീർത്തനം പാടി എല്ലാം ഭഗവാന്റെ പദാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം.
ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूपा, जय जय भागवता देवा, जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, किंगिणी पद कमला कृष्ण कंगण करयुगला, कुंकुम पंगिल वक्षस्थलवर कुवलयदल नीला, देवा जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, दधि नवनीत हरा कृष्णा तरुणी चित्तहरा, दयया पालय दामोदर हरि तुलसी दामधरा, देवा जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, नंद कुमार हरे कृष्णा नारद गीत गुणा, नारायण वर भट्ट तिरीकृत स्तुति वर शुभ फलदा, देवा जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, पूंदान प्रिय हे कृष्णा वृंदावन रसिका, प्रेमिक भावुक मंडल पूजित पाद सरोज युगा, देवा जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, जय जगदीश हरे कृष्णा, जय जगदीश हरे, जय गुरु मारुत मंदिर नाथा, जय जगदीश हरे, देवा जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, राधा रमण मुकुंद मुरारे, शरणं मे तव चरण युगम, कृष्ण शरणं मे तव चरण युगम, देवी महेश्वरी पार्वती शंकरी, शरणं मे तव चरण युगम, हरि शरणं मे तव चरण युगम, सांब सदा शिव शंभो शंकर, शरणं मे तव चरण युगम, शंभो शरणं मे तव चरण युगम, पवन पुरेशा राधा कृष्ण, शरणं मे तव चरण युगम, कृष्ण शरणं मे तव चरण युगम,
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു വരിയായിട്ട് വന്ന് കർപ്പൂരം സ്വീകരിക്കുക, പ്രസാദം വാങ്ങുക. ഒറ്റയപ്പം നിവേദിച്ചവർ, ഷീട്ടാക്കിയവർ അതിൻ്റെ പ്രസാദം സ്വീകരിക്കുക. നാളത്തെ പ്രധാനപ്പെട്ട ഭാഗം കാവിലേയം, കർദമ പ്രജാപതിയും ദേവഹൂതിയും ദാമ്പത്യം, അതിനുശേഷം പിന്നീട് കപിലോപദേശം, ദക്ഷചരിത്രം, ധ്രുവചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം, ഭദ്രകാളി പ്രാദുർഭാവം. ഇത്രയാണ് നാളത്തെ പ്രധാനപ്പെട്ട ഭാഗം. പ്രധാനപ്പെട്ട നിവേദ്യം കടുംബായസം. ആഗ്രഹിക്കുന്നവരൊക്കെ അത് മുൻകൂട്ടി ഷീട്ടാക്കുക. പതിവ് പോലെ രാവിലെ 6:30 സഹസ്രനാമത്തോടു കൂടി ആരംഭിക്കും. അപ്പോഴേക്കും വേദി